ഫുള്ളിഞ്ഞു പോരട്ടെ, എന്നാലും തൃപ്തിയാവില്ല. ശരിയല്ലേ? ആണോ? അതിനെ പറയുന്ന പേരാണ് സ്വാർത്ഥൻ. അവനെല്ലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കണം. റൈറ്റ്? അപ്പൊ നമ്മള് എത്ര കിട്ടി കിട്ടിയില്ല എന്നൊക്കെ ഉള്ളത് നിങ്ങളെ തന്നെ വിടുന്നു. അതൊക്കെ നിങ്ങൾ തീരുമാനിക്കാം. ആദ്യം നമുക്ക് ഒരു വിദ്യാലയം, ഒരു സ്കൂള്, അല്ലെങ്കിൽ ഒരു സമൂഹം, അല്ലെങ്കിൽ ഒരു ജില്ല, ഒരു സ്ഥലം പ്രശസ്തമാകുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് ആ സ്കൂൾ ഇന്റർനാഷണൽ ലെവലിൽ കെട്ടിപ്പൊക്കിയതുകൊണ്ടോ, അവിടെ മാർബിളും ടൈൽസുകളും പതിച്ചതുകൊണ്ടോ, അവിടെ നല്ല അധ്യാപകരുള്ളത് കൊണ്ടോ ആവണം എന്നില്ല. യെസ്? അവിടെ പഠിക്കുന്ന വ്യക്തികളുടെ, കുട്ടികളുടെ ഗുണനിലവാരമാണ് ഒരു സ്ഥലം, ഒരു സ്കൂള് പ്രശസ്തമാവുന്നതിന് കാരണം. യെസ്? APJ അബ്ദുൽ കലാം പഠിച്ചിരുന്ന സ്കൂള് പ്രശസ്തമാണ്. ശരിയല്ലേ? മഹാത്മാഗാന്ധി പഠിച്ചിരുന്ന സ്കൂള് പ്രശസ്തമാണ്. യെസ്? ആലോചിച്ചു നോക്ക്. പക്ഷെ ഈ ഇരിക്കുന്ന പാരന്റ്സ് ആയ ഉമ്മമാരും പാപ്പമാരും കുറച്ച് ആലോചിക്കും, നിങ്ങൾ പഠിച്ച സ്കൂള് നിങ്ങളുടെ പേരിൽ എവിടെയെങ്കിലും പ്രശസ്തമായോ? ഇപ്പൊ എന്നോട് ദേഷ്യം വരും. നമ്മളെ കുറ്റം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇവിടെ ഒരു കുറ്റം പറച്ചിലുമില്ല, ഒരു വ്യക്തികളെയും കുറ്റം പറച്ചിലില്ല. പക്ഷെ സത്യം മാത്രം പറയാൻ ശ്രമിക്കുന്നു. പക്ഷെ അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, നീ എത്രയെല്ലാം സത്യങ്ങൾ പറഞ്ഞാലും ജനങ്ങളിൽ അധികം പേരും സത്യത്തിൽ വിശ്വസിക്കുകയില്ല. അവർക്കിഷ്ടം എന്താണ്? കള്ളവും സൂചിപ്പിക്കലുമാണ്. മോനെ, നീ മിടുക്കനാണ്, നീ ഭയങ്കര മിടുക്കനാണ്, നീ ഭയങ്കര റിസൾട്ടാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, 2000 രൂപ കടം തരുമെന്ന് വെച്ചാൽ നമ്മൾ ഉടനെ എടുത്തു കൊടുക്കും. കാരണം നമ്മളെ സുഖിപ്പിക്കുന്നവരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായോ? എന്നാൽ ദൈവത്തിന് ഇഷ്ടം സത്യം പറയുന്നവരെ. ശരിയല്ലേ? അല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് സത്യത്തിൽ സംസാരിക്കണോ, അതോ നിങ്ങളെ സുഖിപ്പിച്ച് കള്ളം പറയണോ? സത്യം പറയുമ്പോൾ കുറച്ച് ചിലപ്പോൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി എന്ന് വരും. അതാണ് പ്രശ്നം. ഒരു 12 വർഷം മുമ്പ് ഞാൻ നല്ല കള്ളനായിരുന്നു. ഞാൻ സുഖിപ്പിക്കലായിരുന്നു. വെച്ചാൽ നിങ്ങളെക്കാൾ ഉസ്താദായിരുന്നു. കരികിടയായിരുന്നു, വക്രതയായിരുന്നു, സോപ്പായിരുന്നു. അപ്പോഴേ കോളേജ് സാറൊക്കെ ആയിരുന്നു. പക്ഷെ കുറെ അഹങ്കാരിയായിരുന്നു, കുറെ സംഗതികളൊക്കെ. അവിടെ നിന്ന് ഇവിടം വരെ എങ്ങനെ എത്തിയെന്ന് ഈ ഷോയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ? മനസ്സിലായി? ശ്രദ്ധിച്ചിരിക്കുക. അത്രയും. അപ്പൊ എനിക്കറിയേണ്ടത് ഈ സ്ഥലത്തിന്റെ പേരെന്താ? കാടപ്പള്ളി. കുറച്ചു പറയൂ. പെരുവള്ളൂർ. ഈ പെരുവള്ളൂരിനെ മലപ്പുറത്ത് പ്രശസ്തമാക്കിയ, കേരളത്തിൽ പ്രശസ്തമാക്കിയ, ഇന്ത്യയിൽ പ്രശസ്തമാക്കിയ ഏതെങ്കിലും 24 വയസ്സിൽ താഴെയുള്ളവരുണ്ടോ എന്ന് എനിക്ക് അറിയണമെന്നുണ്ട്. വിരോധമില്ലല്ലോ. യുവജനോത്സവങ്ങളൊക്കെ വരുമല്ലോ. കലാതിലകം പെരുവള്ളൂരിലെ പെൺകുട്ടിയാണെന്ന് സംസ്ഥാനത്തിലുടനീളം അറിഞ്ഞാൽ പെരുവള്ളൂർ പ്രശസ്തമായില്ലേ? ശരിയല്ലേ? ആലോചിച്ചു. മമ്മൂട്ടി പഠിച്ച സ്കൂള്, മോഹൻലാൽ പഠിച്ച സ്കൂള്, ഞാൻ മാർവേനസിൽ പഠിച്ചു, മോഹൻലാൽ MG കോളേജിൽ പഠിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ പലരും പ്രഗത്ഭർ. ഞാൻ പഠിപ്പിക്കുന്നത് എറണാകുളത്തെ കോളേജിലാണ്, ശ്രീശങ്കര കോളേജ്. അവിടെയാണ് സിനിമാ നടൻ ജയറാം പഠിച്ചത്. ഞാൻ പറഞ്ഞു മനസ്സിലായി? അപ്പോ അത് പ്രശസ്തമാകുന്നത് നിങ്ങളിലൂടെയാണ്. ശരിയല്ലേ? ഇപ്പൊ യൂണിഫോംകാരുണ്ട്. ഏത് സ്കൂളാണ്? ഈ സ്കൂള് തന്നെയാണ്. ഓക്കെ, വളരെ നന്നായി, വളരെ സന്തോഷം. ഈ യൂണിഫോം വേറെ ഏതോ സ്കൂളാണല്ലോ. ഈ സ്കൂള് തന്നെയാണ്. അപ്പൊ ഈ സ്കൂളിൽ പല പല യൂണിഫോം ഉണ്ട്. വളരെ സന്തോഷം. അപ്പൊ അതും സന്തോഷം. അപ്പൊ എന്റെ ചോദ്യം വളരെ സിമ്പിളായി. യേശുദാസിനെ അറിയാലോ അല്ലേ? അറിയാമോ? പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞിടാത്തൊരു കാര്യം യേശുദാസിനുണ്ട്. എന്താണെന്നറിയാമോ? 19 ഡോക്ടറേറ്റ് ഉണ്ട്. ഡോക്ടർ 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 എന്ന് 19 പ്രാവശ്യം പറഞ്ഞാലേ യേശുദാസിന്റെ പേരിൽ തൊടാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ യേശുദാസിനെ കല്ലെറിയാൻ, ചീത്ത വിളിക്കാൻ, എന്ത് പറയാം. കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാമല്ലോ. പക്ഷെ ഒരു യേശുദാസ് ആവുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് പറ്റൂല. ശരിയാണോ തെറ്റാണോ? മിണ്ടൂല്ല. നമ്മൾ മലയാളികളല്ലേ? നമ്മളുടെ ഒരു പ്രത്യേകത എന്താണ്? ജീവിച്ചിരിക്കുമ്പോ കേരളത്തിന്റെ ഒരു പ്രത്യേകത, മലയാളികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ജീവിച്ചിരിക്കുമ്പോ നമ്മൾ മറ്റ് കഴിവുള്ളവരെ ആദരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല. ശരിയല്ലേ? മരിച്ചു കഴിയുമ്പോൾ നമ്മൾ പൊക്കിക്കൊണ്ട് കിടക്കും. ശരിയാണോ തെറ്റാണോ? കലാഭവൻ മണി മരിച്ചു കഴിഞ്ഞപ്പോ മണിക്ക് ജയ് പറഞ്ഞുകൊണ്ട് കിടക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ട്. മണി ജീവിച്ചിരുന്നപ്പോ നല്ല അവാർഡോ അംഗീകാരങ്ങളോ പ്രോത്സാഹനമോ കൊടുക്കാൻ പല്ലുമില്ല. ശരിയല്ലേ? ആണോ അല്ലയോ? വിശുദ്ധ ഖുർആൻ പറയുന്നു അറിഞ്ഞാദരിക്കാൻ. ഖുർആൻ ആശയം പഠിപ്പിക്കുന്നു, നീ അറിഞ്ഞാദരിക്കണം എന്ന്. അറിഞ്ഞാദരിക്കണം എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ നേരെ വിപരീതമാണ് സംഗതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദരിക്കില്ല, അംഗീകരിക്കില്ല. ശരിയല്ലേ? നീ മറ്റൊരാളിനെ, ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? നിനക്ക് ഒരു നന്മ ലഭിക്കണമെങ്കിൽ നീ മറ്റൊരാളിനൊരു നന്മ ചെയ്യണം എന്ന്. നമ്മളത് ചെയ്യാതെ എല്ലാം ഇനി എനിക്ക് പോരട്ടെ, എനിക്ക് പോരട്ടെ, എനിക്ക് പോരട്ടെ എന്ന് പറയും. അവിടെയാണ് ഭഗവത്ഗീത പറഞ്ഞ സ്വാർത്ഥന്റെ ലക്ഷണം ഇതാണ്. എല്ലാം
എനിക്ക് പോരട്ടെ. അങ്ങനെ എനിക്ക് പോരട്ടെ 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 എന്ന് പറഞ്ഞു. ഇപ്പൊ കേരളം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. എന്തിനെന്നറിയാമോ? എന്തിനാ? ക്യാൻസറിന്. ഇന്ന് കേരളം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. എന്തിനെന്നറിയാമോ? ഡൈവേഴ്സ് എന്ന വിവാഹബന്ധം വേർപെടുത്തുന്നതിൽ ഇന്ന് കേരളം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. എന്തിനാണെന്നറിയാമോ? മെന്റൽ പേഷ്യൻസിന് വട്ട്. പല വീടുകളിലും മെന്റലിതാണ്. അനക്കമില്ല. ഞാൻ സത്യം പറയണോ അതോ നിങ്ങളെ സൂക്ഷിച്ച് കള്ളം പറയണോ? ഉറക്കം പറയൂ. സത്യം പറഞ്ഞാൽ ഇതാണ്. പല വീട്ടിനകത്ത് കയറി അടുക്കള കയറി ചരുവത്തിന്റെ പാത്രത്തിന്റെ അടിഭാഗം നോക്കിയാൽ ഞണുങ്ങി ചുളുങ്ങിയിരിക്കും. എന്താ കാരണം? ഉമ്മയ്ക്ക് കുടുംബത്തിൽ പലരോടുള്ള ദേഷ്യം ചരുവത്തിൽ തീർക്കും, പാത്രത്തിൽ തീർക്കും. ഓ കുഞ്ഞിന് ഒരുത്തൻ ശരിയല്ലേ? മിണ്ടൂല. സാറ് കറക്റ്റ് വിളിച്ചു പറയുന്നു. ബാപ്പുമാരിൽ അച്ഛന്മാരിൽ പലർക്കും അതിന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് നേരെ വേറൊരു സ്ഥലത്ത് പോകും. അവിടെ പോയി 4 എണ്ണം അടിക്കും. ലഹരി പദാർത്ഥങ്ങളിൽ ഇന്ന് കേരളം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. അങ്ങനെ പല പല സംഗതികളിൽ നമ്മൾ ലീഡ് ചെയ്യുന്നു. ശരിയല്ലേ? എന്നാൽ 125 കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ 1-ാം സ്ഥാനത്തുള്ള ഡെൻസിറ്റി പോപ്പുലേഷനിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഒളിമ്പിക്സ് മത്സരത്തിന് പോയിട്ട് ഒരു സ്വർണ്ണ മെഡല് പോലും മേടിക്കാതെ നമ്മൾ അടിച്ചു പൊളിച്ച് തിരിച്ചു വന്നു. ശരിയല്ലേ? ആലോചിക്കണം നന്നായി. ഒരു ആഹാരം പോലും ഇല്ലാതെ, ഒരു നല്ല റോഡ് പോലും ഓടാനില്ലാതെ ഒരു പള്ളിയിലച്ഛൻ പറഞ്ഞു, എടാ മോനെ, നീ ഓട്ട മത്സരത്തിന് ഫസ്റ്റ് ആയാൽ നിനക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്കുള്ള ഊണ് നിനക്ക് ഇവിടെ നിന്ന് ലഭിക്കും എന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനോട് ഒരു പള്ളിയിലച്ഛൻ പറഞ്ഞു. അങ്ങനെ ഊണിനു വേണ്ടി ഓടിത്തുടങ്ങിയ ഒരു പയ്യനാണ് ജമൈക്കൻ ഇതിഹാസമായി മാറിയ ഹുസൈൻ ബോൾട്ട് എന്ന് പറയുന്ന ആ പയ്യൻ. അവൻ ഓടിയത് ആ പള്ളിയിൽ അച്ഛൻ ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞതിനാണ്. കാരണം നിവർത്തിയില്ല. അപ്പൊ ഈ ഓട്ട മത്സരത്തിൽ, സ്കൂളിലെ ഓട്ട മത്സരത്തിന് എനിക്ക് ഫസ്റ്റ് ആയാലേ ഊണ് കിട്ടൂ. ആ മനുഷ്യൻ കഴിഞ്ഞ 12 വർഷം കൊണ്ട് ബെയ്ജിംഗ് ഒളിമ്പിക്സിലും ലണ്ടൻ ഒളിമ്പിക്സിലും റിയോ ഡി ജനറോ ബ്രസീലിന്റെ ഒളിമ്പിക്സിലും 3 പ്രാവശ്യമായിട്ട് ഈ ഭൂമിയിൽ തന്നെക്കാൾ വേഗതയിൽ ഓടാൻ ആഹാരമുള്ളവന്മാരുടെ മക്കൾമാരില്ല എന്ന് തെളിയിച്ചുകൊണ്ട് പട്ടിണി പാവത്തിലുള്ള ഒരുത്തൻ ഓടി തെളിയിച്ചപ്പോ അവന്റെ കാലുകൾ ദൈവത്തിന്റെ കാലുകളും സ്പർശനങ്ങളും ഉള്ള കാലുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കുണ്ട് കുറെ കാലുകൾ, ഉപയോഗമില്ലാത്ത കാലുകൾ. ശരിയല്ലേ? വീണ്ടും അസുഖം ബാധിച്ച ഓട്ടിസം എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ച പയ്യൻ. ആ പയ്യൻ പലപ്പോഴും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്ന പയ്യൻ. അവൻ വെള്ളത്തിൽ ചാടിയാൽ സ്വർണവും കൊണ്ട് മാത്രമേ പൊങ്ങൂ. ആരാ? മൈക്കൽ ഫെൽപ്സ്. ആ മൈക്കൽ ഫെൽപ്സ് വാരിക്കൂട്ടിയ മെഡലുകളുടെ എണ്ണം നോക്കിയാൽ ഒളിമ്പിക്സ് ഉണ്ടായത് മുതൽ ഇന്നലെ വരെയുള്ള ഇന്ത്യയുടെ ചരിത്രത്തിലെ മൊത്തം മെഡലുകളെക്കാൾ കൂടുതലുണ്ട് മൈക്കൽ ഫെൽപ്സ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ വാരി കൂട്ടിയ മെഡലുകളുടെ എണ്ണം. അപ്പൊ നമ്മളെന്ന് പറയുന്ന 125 കോടി ജനങ്ങൾ എത്രയാ രാജ്യത്തിന് വേണ്ടി നന്മ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഇതൊക്കെ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനും ഓടാൻ തുടങ്ങിയേനെ. ഇപ്പൊ നമ്മൾ വയസ്സായില്ലേ, നിങ്ങളെങ്കിലും ഓടട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം, മ്യൂസിക്കിൽ ഈ സ്കൂളിനെ, നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിനെ യുവജനോത്സവം വരുമല്ലോ, ജില്ലാതലം, സ്റ്റേറ്റ് തലം, ശരിയല്ലേ? അപ്പൊ ജില്ലാതലത്തിൽ, സ്റ്റേറ്റ് തലത്തിൽ ഈ പെരുവള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ, ഈ നാടിനെ, മലപ്പുറം ജില്ലയിൽ, കേരള സംസ്ഥാനത്തിൽ പ്രശസ്തരാക്കിയ, ഫസ്റ്റ് കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ നാമത്തിൽ സത്യം സത്യമായെന്ന് കൈപൊക്കുകയും. ആരുമില്ല. വിട്ടേക്ക്, നോ പ്രോബ്ലം. ഞാൻ പറയാൻ കാരണം, യേശുദാസുമാർ, ഭാവിയിലെ യേശുദാസുമാർ ഇതിനകത്തിരിക്കുന്നു. ശരിയല്ലേ? മിണ്ടൂല്ല. ഭാവിയിലെ ചിത്രമാർ ഇതിനകത്തിരിക്കുന്നു. ഞാനും പാട്ട് പാടും, പക്ഷെ ബാത്റൂം സിംഗറാണ്, ഉപയോഗമില്ല. ഭാവിയിലെ യേശുദാസ്. ഞങ്ങൾക്ക് വയസ്സായി. എന്തിനാണ് ഈ ഷോ നടത്തുന്നത്? ഗൾഫിൽ കിടക്കുന്ന പാരന്റ്സ് അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ സംഘാടകർ എന്തിനാ നടത്തുന്നത്? ഭാവിയിൽ ഇതിനകത്തുനിന്ന് ഒരു യേശുദാസോ ചിത്രമോ പൊങ്ങി വരാൻ വേണ്ടി കൂടെയാണ്. ശരിയാണോ തെറ്റാണോ? അപ്പൊ ഇതിനകത്തായിരിക്കുന്ന ഒരു കാര്യം ഉറപ്പാണ്, ഒരമ്മയും ഒരു ഉമ്മയും ഒരു കഴിവുമില്ലാത്ത കുട്ടിയെ പ്രസവിക്കുന്നില്ല. ഈ ഇരിക്കുന്ന എല്ലാ വ്യക്തികളിലും, പ്രത്യേകിച്ച് 24 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളിലും ഒരു അദൃശ്യമായ കഴിവ് ഒളിഞ്ഞു കിടക്കുന്നു. ആ കഴിവ് ഇന്ന് കണ്ടുപിടിക്കാനാണ് ഈ പരിപാടി. അത്രേ ഉള്ളൂ.
നിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവ് ഇന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും. അത് പക്ഷെ നീ സത്യസന്ധമായി സഹകരിച്ചാൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റൂ. നീ അതിവിദഗ്ധയും വക്രതയും കൊണ്ടിരിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ 97-ാം സൂറത്ത് വക്രതക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പണി വരാൻ പോകുന്നത്. വക്രത. നീ അവിടെ പോയോ ഇല്ലയോ? അത് ഞാൻ ഇങ്ങനെ പോയപ്പോ അങ്ങനെ പോയപ്പോ അതുവഴി വന്നപ്പോ ഇങ്ങനെ കറങ്ങി വന്നപ്പോ അവിടെ അത് കണ്ടപ്പം ഞാൻ അങ്ങോട്ട് കേറിയപ്പോ ചോദിച്ചെന്താ, നീ പോയോ ഇല്ലയോ? ശരിയല്ലേ? അപ്പൊ നമ്മളിങ്ങനെ വളച്ചൊടിച്ച് കാര്യങ്ങൾ കൊണ്ടുവരും. സാരമില്ല. അപ്പൊ അത് വേണ്ട. മനസ്സിലായോ? സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഓരോ കുട്ടികളുടെയും കഴിവെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഒരു ജോത്സ്യനോടും ഒരു വക്കീലിനോടും ഒരു കൗൺസിലറോടും ഒരു ഡോക്ടറോടും കള്ളം പറയാൻ പാടില്ല. അറിയാലോ, ഞാൻ കൗൺസിലറും കൂടെ. ഓക്കെ. അപ്പൊ കള്ളം പറഞ്ഞാൽ തെറ്റായ മരുന്നായി. ഓക്കെ. അപ്പൊ നമുക്ക് ഭാവിയെ മമ്മൂട്ടിമാർ ഇതിനകത്തിരിക്കുകയാണ്. ശരിയല്ലേ? ഒരു സിനിമയിൽ അഭിനയിച്ചാൽ 15 കോടി 20 കോടി രൂപ കിട്ടുന്ന പിള്ളേരുണ്ട്. അപ്പൊ കലാവാസന ഉള്ളവർ അത് ഉയർത്തിക്കൊണ്ടുവരണം. ശരിയല്ലേ? അല്ല പാഠപുസ്തകം മാത്രം ഫുൾ ടൈം പഠിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ആ കഴിവിനെ ജ്വലിപ്പിക്കണം. ആ കഴിവിനെ ജ്വലിപ്പിക്കുമ്പോഴാണ് നിങ്ങൾ ലോക പ്രശസ്തരായി മാറുന്നത്. എന്റെ ആഗ്രഹം നിന്നെ പ്രശസ്തയാക്കുക എന്നുള്ളതാണ്. നീ റെഡിയാണോ? ഞാൻ റെഡിയാണ്. ആർ യു റെഡി? മിണ്ടൂല. ആർ യു റെഡി? നീ എന്ന് പറഞ്ഞ മോളെ അല്ല, ഞാൻ പറഞ്ഞു നിങ്ങളെ എന്ന്. ഓക്കെ, റെഡി? ഓക്കെ. അപ്പോ എന്റെ ചോദ്യം, സ്റ്റേജ് ഐറ്റംസ് ഭാവിയിലെ ഞാൻ നേരത്തെ പറഞ്ഞ കഥാപാത്രങ്ങൾ പോലെ മമ്മൂട്ടി, മോഹൻലാൽ അവരെ പോലെ സ്റ്റേജ് ഐറ്റം, മിമിക്രി, മോണോ ആക്ട്, ഫാൻസി ഡ്രസ്, പ്രസംഗ മത്സരം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഡാൻസ്, ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? ആ പ്രശസ്തരെയൊക്കെ കേൾക്കണം. ചിക്കൻ അറിയാം, മട്ടൻ അറിയാം, കുഴിമന്തി അറിയാം. അത് മാത്രം അറിഞ്ഞാൽ പോരാ, ഇവരെ കൂടെയൊക്കെ അറിയണം. അപ്പൊ സ്റ്റേജ് ഐറ്റങ്ങളിൽ ഈ സ്കൂളിന്റെ പേര്, പെരുവള്ളൂരിന്റെ പേര് മലപ്പുറം ജില്ലയിൽ പ്രശസ്തമാക്കിയ, കേരളത്തിൽ സംസ്ഥാനത്തിൽ പ്രശസ്തമാക്കിയ ഒരു കുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ സത്യമായി കൈവക്കി. ആരുമില്ല. ഓക്കെ, വിട്ടേക്ക്. നോ പ്രോബ്ലം. നോ. ഭാവിയിലെ MG വാസുദേവൻ നായർ സാർ ഇതിനകത്ത് അല്ല, ഇതിനകത്ത് എവിടെയിരിക്കുന്നു? രണ്ടിടത്തും ഇരിക്കുന്നു. MG വാസുദേവൻ നായർ സാർ ആണല്ലേ? അതിവിടെയാണോ ഇരിക്കുന്നത്? അപ്പൊ പിന്നെ ഇവിടെയാണ്. ഇവിടെ ഭാവിയിലെ MG ഇതിനകത്തിരിക്കുകയാണ്. ശരിയല്ലേ? ഉണ്ടില്ല. ഭാവിയിലെ ഷേക്സ്പിയർ ഇതിനകത്തിരിക്കുകയാണ്. ഭാവിയിലെ റോബർട്ട് ഫ്രോസ്റ്റ് ഇതിനകത്തിരിക്കുകയാണ്. വില്യം വേർഡ്സ്വർത്ത് ഇതിനകത്തിരിക്കുകയാണ്. അങ്ങനെ പറ, ഉറക്കെ പറ. അല്ലെ? ഭാവിയിലെ സുഗതകുമാർ ടീച്ചർ ഇതിനകത്തിരിക്കുകയാണ്. അല്ലെ? ഭാവിയിലെ JK റൗളിംഗ് ഇതിനകത്തിരിക്കുകയാണ്. ശരിയല്ലേ? അപ്പൊ എന്റെ ചോദ്യം, ലിറ്റററി ഐറ്റംസ് പറഞ്ഞു മനസ്സിലായല്ലോ? കഥാരചന, കവിതാരചന, നോവൽ റൈറ്റിംഗ്, തിരക്കഥ, അല്ലെ? ഐ ലവ് യു മെസ്സേജ് അല്ല, ചാറ്റിങ്ങും ചീറ്റിങ്ങും അല്ല. എഴുത്ത് ഐറ്റങ്ങളിൽ ജില്ലാ തലത്തിൽ, സ്റ്റേറ്റ് തലത്തിൽ ഈ സ്കൂളിനെ പ്രശസ്തമാക്കിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യമായി കൈവക്കുകയും. ആരുമില്ല. ഓക്കെ. ആരും കൈപിടിച്ചിങ്ങനെ പൊന്തിച്ചു പൊക്കണ്ട. സ്വന്തമായി പൊക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ ഭൂമി ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമില്ല. ശരിയല്ലേ? സാർ ഞാൻ ഫസ്റ്റാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. ശരിയാണോ? ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അങ്ങനെ എത്രയുണ്ട്. അപ്പോട്ടെ സാറേ, നോ പ്രോബ്ലം. ഭാവിയിലെ ഹുസൈൻ ബോൾട്ട് ഇതിനകത്തിരിക്കുകയാണ്. ശരിയല്ലേ? ഭാവിയിലെ സച്ചിൻ ഇതിനകത്തിരിക്കുകയാണ്. അല്ലേ? ഭാവിയിലെ മെസ്സി ഇതിനകത്തിരിക്കുകയാണ്. ശരിയാണോ? അതാണ്. ഭാവിയിലെ PT ഉഷ ഇതിനകത്തിരിക്കുകയാണ്. മിണ്ടൂല്ല. ഭാവിയിലെ ആരാ? PV സിന്ധു ഇതിനകത്തിരിക്കുകയാണ്. ഓക്കെ, വളരെ സാർ. എന്റെ ചോദ്യം, സ്പോർട്സ് ഐറ്റത്തിൽ, കാരണം നിങ്ങളെ പലരെയും കണ്ടാൽ ഷോർട്ട് പുട്ടൊക്കെ എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നീ ഭാവിയിലെ ഈ സ്കൂളിൽ നിന്ന് സ്പോർട്സ് ഐറ്റത്തിന് ജില്ലാതലത്തിൽ, സ്റ്റേറ്റിൽ, നാഷണലിൽ ടോപ്പ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യമായി കൈവക്കുകയും. ആരുമില്ല. വേണ്ട, കേട്ടേക്ക്. നോ പ്രോബ്ലം. യേശുദാസിന്റെ ഫാൻസ് ഉണ്ടെങ്കിൽ കൈവക്കും. യേശുദാസിന്റെ ഫാൻസ് നേരെ വെക്കും. പെട്ടെന്ന് സമയമില്ല. ഓക്കെ, ഇത്രയുള്ളൂ. ഓട്ട് സാറല്ല. മമ്മൂട്ടിയുടെ ഫാൻസ് ഉള്ളവർ കൈവക്കിയത് ലെജൻഡ്, വടക്കൻ വീരൻ മമ്മൂട്ടി. അപ്പൊ കൈ കുറവാണല്ലോ. വേറെ ആർക്കുമാണ് കൈ? ആർക്കാണ്? മോഹൻലാലിന്റെ ഫാൻസ് എല്ലാം കൈവക്കിയ. മോഹൻലാലിന്റെ ഫാൻസ് നേരെ വെക്കും. മോഹൻലാലിന്റെ ഫാൻ. പക്ഷെ വെളിയിൽ പോയി പറയില്ലെങ്കിൽ ഞാൻ രഹസ്യം പറയാം. വെളിയിൽ പോയി പറയോ? ഉറപ്പാണോ? ഈ മമ്മൂട്ടിയും മോഹൻലാലും അവരൊക്കെ വയസ്സന്മാരായില്ലേ? വേറെ കിടു പയ്യന്മാര് കിടക്കുകയല്ലേ? ശരിയല്ലേ? കിടു പയ്യന്മാര് കിടക്കുന്നില്ലേ? ആരാ?
ദുൽഖറിന്റെ ഫാൻസ് കൈപൊക്കിയ, ദുൽഖറിന്റെ ഫാൻസ് എല്ലാം കൈപൊക്കിയ. ഓക്കെ, പിന്നെ നിവിൻ ബോളി ബെറോട്ട, മസാല ദോശ, അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ട്. ഓക്കെ, 15 കോടി 20 കോടി. വിജയ് സൂര്യ, വിജയുടെ ഫാൻസ് കൈപൊക്കിയ. വിജയ്, സൂര്യ നല്ല സിനിമ. ഓക്കെ, ഇനി നടി വേണ്ടേ? അല്ലെ അവര് ചീത്ത വിളിക്കും. നടി, ഏത് നടിയുടെ ഫാനാ? കുറച്ചുകൂടാ. ജ്യോതി, അവർക്ക് വേറെ പണിയെടുത്താൻ പോയി കഴിഞ്ഞു. കാജൽ അഗർവാൾ. ഓക്കെ, കാജൽ അഗർവാളിന്റെ ഫാൻസ് കൈപൊക്കെ. നേരെ കൈ പൊക്കടേ നേരെ. കാജൽ. പിന്നെ അടുത്തത് വേറെ പെട്ടെന്ന് പറയാം, സമയമില്ല. നയൻതാരയുടെ ഫാൻസ് കൈപൊക്കെ. മനസ്സിനകത്ത് വെച്ചുകൊണ്ട് കൈ പൊക്കാതിരുന്നാൽ കൃത്യമായി പാപം വരും. അതാണ് അതിവിദഗ്ധമായ സൂത്രശാലി എന്ന് പറയുന്നത്. ഏത് നടിയുടെ ഫാൻ? സത്യമായി പറയുക. ഇരുന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. നമ്മളോ? കുറച്ചു പറ. നമിത, പാർവതി, ഇനി എല്ലാരും പേരെടുക്കാൻ സമയമില്ല. എന്തായാലും കുറച്ചു പേരുടെ പേര്. സന്തോഷം. ഓക്കെ, സ്വന്തമായി ജീൻസ് പാൻസ് ഉള്ളവരെ കൈപൊക്കി. ജീൻസ് കേട്ടിട്ടില്ലേ? ഇപ്പൊ ഉമ്മമാര് പ്രസവിച്ചിടുന്ന തന്നെ ജീൻസിനകത്തേക്ക്. ജീൻസ് പാൻസ് ഉള്ളവരെല്ലാം കൈപൊക്കി. ഓക്കെ, ജീൻസ് പാൻസ് ഇല്ലാത്തവരുണ്ടെങ്കിൽ കൈപൊക്കി. ജീൻസ് പാൻസ് ഇല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ 24 വയസ്സിൽ താഴെയുള്ളവർ അവരെ ജീൻസ് ഇല്ലാത്തവർ നേരെ വെക്കൂ. ഇത്രയും പേർക്ക് ജീൻസ് ഇല്ല. ഐ ലവ് യു. പറഞ്ഞു കഴിഞ്ഞപ്പോ, കാരണം ഞാൻ 1749 സ്ഥലങ്ങളിൽ ക്ലാസ് എടുത്തതിൽ ഇതിനേക്കാൾ ജീൻസ് ഇല്ലാത്ത കുട്ടികളുള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ടായിരുന്നു. ഇപ്പൊ വിചാരിച്ച് ഞാൻ ഇവരെ പൊക്കി പറയുന്നു കേട്ടോ. ലെഗിൻസ് ഉള്ളവരെ കൈ പൊക്കി. ലെഗിൻസ് നേരെ പൊക്കും. ഓക്കെ, ലെഗിൻസ് ഇല്ലാത്തവരുടെ കൈ പൊക്കി. ലെഗിൻസ് ഇല്ലാത്തവർ പെൺകുട്ടികൾ. ലെഗിൻസ് ഇല്ലാത്ത പെൺകുട്ടി. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടം നമ്മുടെ പാരന്റ്സിനോട് പോണോ, ടീച്ചേഴ്സിനോട് പോണോ, അതോ ഫ്രണ്ട്സിനോട് പോണോ? ഉറക്കപ്പറ. കേക്കമ്മേ, ഉറക്കപ്പറ. അത് ശക്തിയുണ്ട്. 10 ഫ്രണ്ട്സിൽ കൂടുതലുള്ളവരെ കൈപൊക്കി. 10 ഫ്രണ്ട്സിൽ കൂടുതലുള്ളവരെ കൈപൊക്കി. 10 ഫ്രണ്ട്സ്. ഓക്കെ, 50 ഫ്രണ്ട്സിൽ കൂടുതലുള്ളവരെ കൈപൊക്കി. 50 ഫ്രണ്ട്സ്. ഓക്കെ, ശരി. ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉള്ളവരെല്ലാം കൈപൊക്കി. ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉള്ളവരെല്ലാം നല്ല കാര്യത്തിൽ നല്ലതാ. എന്റെ പേരുണ്ട് ഫേസ്ബുക്കിലുണ്ട്, APJ ഉണ്ട്. നല്ല കാര്യങ്ങൾ നല്ലതാ ഫേസ്ബുക്ക്. ഓക്കെ, സന്തോഷം. അപ്പൊ അതേ അക്കൗണ്ട് തുറക്കുമ്പോൾ തന്നെ ആയിരക്കണക്കിന് ഫ്രണ്ട്സ് വരില്ലേ? ശരിയല്ലേ? പിന്നെ എന്തിനാ കള്ളം പറയുന്നത്? ഇതിൽ പൊക്കാതെ വെച്ചോണ്ടിരിക്കുന്നവരുണ്ട്. സാരല്ല, സത്യം പറയുന്നവർക്ക് ഇന്ന് ഗുണമുണ്ട്, കള്ളം പറയുന്നവർക്ക് പണി. നമ്മുടെ ഷോയുടെ ആദ്യത്തെ പാർട്ടാണ്. ഈ ഷോയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. അതിലെ ഫസ്റ്റ് പാർട്ട്, തേർഡ് പാർട്ടിന് മാത്രം 4 മണിക്കൂർ വേണം. തേർഡ് പാർട്ട് കയറണമെങ്കിൽ 2ാമത്തെ പാർട്ടിൽ റിസൾട്ട് ഉണ്ടാവണം. നമ്മുടെ 1ാമത്തെ പാർട്ടിന്റെ പണിയിൽ നടക്കുകയാണ്. ഓക്കെ, നോ പ്രോബ്ലം. തമാശയ്ക്ക് വേണ്ടിയാണെങ്കിലും രുചി അറിയാൻ വേണ്ടിയാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ബിയറോ വൈനോ കുടിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ സത്യമായി കൈപൊക്കിയേ. ദൈവത്തിന്റെ നാമത്തിൽ സത്യമായി കൈപൊക്കുക. നേരെ വെക്കൂ. ബിയറോ വൈനോ. ആ കുട്ടി കൈപൊക്കിയപ്പോ പിടിച്ച് താത്തു കളഞ്ഞു. ആ കുട്ടി സത്യസന്ധതയല്ലേ? കൈപൊക്കിക്കോ. കൈപൊക്കിയത് മറ്റത് പിടിച്ച് താത്ത എന്തിനാ? അതുകൊണ്ടോ മറ്റേ ആൾ പിടിച്ച് താത്തു കളഞ്ഞു. മോള് കൈപൊക്കിയതല്ലേ? അപ്പൊ കള്ളം പറയുന്നവരുണ്ട് ഇതിനകത്ത് എന്നേ പറയാൻ പറ്റും. നന്നായി കള്ളം പറയുന്ന കുട്ടികൾ ഇതിനകത്തുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ബിയറോ വൈനോ ടേസ്റ്റ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിലും കൈപൊക്കുക. നേരെ വെക്കും. നേരെ. സന്തോഷം. നോ പ്രോബ്ലം. അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. കാരണം പരസ്യക്കാർ പറയുന്നുണ്ട് വൈൻ കുടിച്ചാൽ സൗന്ദര്യം കൂടുമെന്ന്. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? വൈൻ കുടിച്ചാൽ സൗന്ദര്യം കൂടും, ബിയർ കുടിച്ചാൽ സൗന്ദര്യം കൂടും എന്നൊക്കെ ചില ന്യൂസുകൾ കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അതാണ് കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇരിക്കട്ടെ, നോ പ്രോബ്ലം. മൊബൈൽ ഫോൺ ഇന്നലെ വരെ ഉപയോഗിച്ചിട്ടുള്ളവരെ കൈപൊക്കി. ആരില്ല, ഇപ്പൊ വരും സാധനം. മൊബൈൽ ഉപയോഗിച്ചിട്ടുള്ളവരെ കൈപൊക്കി. അപ്പൊ ഇങ്ങനെ മൊബൈൽ തൊട്ടിട്ടേ ഇല്ല ഇതുവരെയും. അങ്ങനത്തെ കുട്ടി മലപ്പുറത്തുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി. മൊബൈൽ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളവർ കൈപൊക്കാനാണ് പറഞ്ഞത്. നേരെ പിന്നെ ഇതിനെ കൈയടച്ച് താന്ന് വെച്ചുകൊണ്ട് അപ്പൊ കള്ളം പറഞ്ഞു എന്നാണ് സാറേ. നോ പ്രോബ്ലം. നോ. ചിരിക്കുന്നതാണോ കരയുന്നതാണോ ഏറെ നല്ലത്? ഉറക്കപ്പറ. ചിരിക്കുന്നു. ഈ അടുത്ത ദിവസം വരെ കേരളത്തിലെ പല വീടുകളിലും ഭയങ്കര ചർച്ചയുണ്ടായിരുന്നൊരു വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? എന്താ? ദീപ്തിക്ക് IPS കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. കിട്ടിയോ ഇല്ലയോ? ഓക്കെ, ഏതാ? ചന്ദനമഴ അല്ലേ? ഏതാ സീരിയലിന്റെ പേര്? ഉറക്കപ്പറ. ജീൻസ് ഇട്ട ആൾ ഇരിക്കുകയല്ലേ, പിന്നെ ജീൻസ് ഉണ്ടോന്ന് ചോദിച്ചാൽ പറയാത്തെന്താ? ഏതാ സീരിയലിന്റെ പേര്?
പരസ്പരം. പിന്നെ ഒരു വർഷയും ഗുണ്ട തള്ളയുള്ളതൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഗുസ്തിയൊക്കെ ഉള്ള. എന്താ അതിന്റെ പേര്? ചന്ദനമഴ. ഒരു കറുത്ത കൊച്ചു അച്ഛനെ തേടി കിടക്കുമല്ലോ, അച്ഛ അച്ഛ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കറുത്ത മുത്ത്. കോടീശ്വരൻ കണ്ടിട്ടുള്ളവരെ കൈ പൊക്കി. കോടീശ്വരൻ, കോടീശ്വരൻ നേരെ പൊക്കിക്കൊള്ളു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി വന്നിട്ടുണ്ട്. ഏതായാലും സെൽമി ദി ആൻസർ. അല്ല, അതിനു മുമ്പ് വേറൊരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. ആ അടി അടി അടിമോനെ ബസർ. ഓക്കെ ഓക്കെ. ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് സെൽമി ദി ആൻസർ. D3 ഡാൻസ്, D4 ഡാൻസ് കണ്ടിട്ടുള്ളവരെ കൈ പൊക്കി. D3 ഡാൻസ്. കുട്ടിപ്പട്ടാളം, പോക്കിരി വീക്കിരിയെ കണ്ടിട്ടുള്ളവരെ കൈ പൊക്കി. ഓക്കെ, വളരെ സന്തോഷം, വളരെ. നിങ്ങളുടെ കണ്ണുകളാണോ വലുത്, നിങ്ങളാണോ വലുത്? ഉറക്കെ പറയൂ. കണ്ണാണോ വലുത്, നിങ്ങളാണോ വലുത്? ഉറക്കപ്പറ, ഉറക്കപ്പറ. ഓക്കെ. ചെവിയാണോ വലുത്, നിങ്ങളാണോ വലുത്? ഉറക്കപ്പറ. നമ്മുടെ ഈ രോമങ്ങളാണോ വലുത്, അതോ നമ്മളാണോ വലുത്? രോമങ്ങളാണ് വലുതെന്ന് മക്കൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ പോയത് രാജധാനി ട്രെയിൻ വരുമ്പം റെയിൽവേ ട്രാക്കിൽ കയറി നിന്ന് തടഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കില്ല കേട്ടോ. ആദ്യത്തെ എന്റെ സന്ദേശം ഇതേ ഉള്ളൂ. എന്തെല്ലാം പ്രോബ്ലം വന്നാലും ശരി, ഈ ജന്മം ഒരിക്കലും ആരും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയേ ചെയ്യരുത്. കാരണം നമ്മളെ ഇങ്ങോട്ടേക്ക് സൃഷ്ടിച്ചയച്ചിരിക്കുന്നത്, വിശ്വാസികളാണെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് സൃഷ്ടിച്ചയച്ചിരിക്കുന്നത് ഇവിടെ ചില പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. ശരിയല്ലേ? ആ പണികൾ ചെയ്യാൻ മടിച്ചുകൊണ്ട് എനിക്ക് വയ്യ ഞാൻ തിരിച്ചു പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആത്മഹത്യ ചെയ്ത് തിരിച്ചു ചെല്ലുമ്പോ അവിടെയുള്ള ആള് നമ്മളെ അകത്തോട്ട് കേട്ടൂല. വിശുദ്ധ ബൈബിൾ മത്തായി 12 അത് അശുദ്ധാത്മാവായി മാറും. അശുദ്ധാത്മാവ് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ എന്ത് പറ്റും? ഇവിടെയും കയറാൻ പറ്റാതാവും. ഫലത്തിൽ എന്താ സംഭവിക്കുക? അവിടോ ഇല്ല, ഇവിടോ ഇല്ല, അനാഥമായി ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ. ഇവിടെയൊക്കെ ചിലപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന ആത്മഹത്യയുടെ ആത്മാക്കളുണ്ടാകും. അതുകൊണ്ടാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചിരിക്കുന്നത് ആത്മഹത്യ ചെയ്യാനേ പാടില്ല. എന്തെല്ലാം പ്രോബ്ലം വന്നാലും നമ്മൾ അതിനെ അതിജീവിക്കണോ അതോ ഓടിപ്പോയി ആത്മഹത്യ ചെയ്യണോ? കേൾക്കാൻ വയ്യ. അതിജീവിക്കണം. അതിജീവിക്കുന്നതിന് എന്ത് വേണം? അറിവും തിരിച്ചറിവും വേണം. അറിവും വെറും അറിവ് പോരാ. അറിവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സുകളിലൂടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷിലൂടെയൊക്കെ കിട്ടും. പക്ഷെ തിരിച്ചറിവ് എന്ന് പറയുന്ന സാധനം പലപ്പോഴും ക്ലാസ്സിൽ കിട്ടണമെന്നില്ല. ശരിയാണോ തെറ്റാണോ? ആ തിരിച്ചറിവ് നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് വേദഗ്രന്ഥങ്ങളിലൂടെയും മൂല്യമുള്ള ബുക്കുകളിലൂടെയൊക്കെയാണ് നമുക്ക് തിരിച്ചറിവുകൾ കിട്ടുന്നത്. യെസ് ഓർ നോ? പറ. നമ്മളിപ്പോ ബയോളജി പോയി പഠിക്കുന്നു, അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുന്നു, കെമിസ്ട്രി പഠിക്കുന്നു, മലയാളം. തിരിച്ചറിവ് വലുതായിട്ട് വരണമെന്നില്ല, പക്ഷെ അറിവ് വർദ്ധിക്കും. പക്ഷെ അറിവ് മാത്രം പോരാ, ഉയർന്ന ഡിവൈൻ നോളജും കൂടെ വേണം. വേണ്ടേ? വേണോ? വേണ്ടേ? വേണമല്ലോ, വേണം. ഓക്കെ. നിങ്ങളുടെ മെമ്മറി പവർ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇത്രയും നേരം പറഞ്ഞത് ആരാണ് കറക്റ്റ് ഓർത്ത് പറയുന്നതെന്ന് നോക്കാം. റെഡി? റെഡിയല്ലേ? ഓക്കെ. നമ്മളിവിടെ ആദ്യം പറഞ്ഞ ആളിന്റെ പേരെന്തായിരുന്നു? ഇവിടെ 3 താരങ്ങൾ ഇരിക്കുകയായിരുന്നു, വടി വീഴുകയാണ്. ആരുടെയും ഫാനല്ല. ആരുടെ ഫാന്? സച്ചിൻ. അപ്പൊ പിന്നെ അത് പറയണ്ടേ? ദുൽഖർ നേരത്തെ പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ പേരുകളൊന്ന് പറയാം. ആദ്യം പറഞ്ഞ പേരാരുടെയായിരുന്നു? യേശുദാസിന്റെ പേരായിരുന്നു. യേശുദാസ്. അത് കഴിഞ്ഞ് മമ്മൂട്ടി. അത് കഴിഞ്ഞ ആരായിരുന്നു? മോഹൻലാൽ. അത് കഴിഞ്ഞ ആരായിരുന്നു? ദുൽഖർ. അത് കഴിഞ്ഞ ആരായിരുന്നു? നിവിൻ പോളി. അത് കഴിഞ്ഞ ആരായിരുന്നു? വിജയ്. അത് കഴിഞ്ഞ് സൂര്യ. പിന്നെ നടിയായിരുന്നു. ഏതായിരുന്നു? കുറച്ച് പറ. കാജൽ അഗർവാൾ. പിന്നെ നയൻതാര. നോക്കൂ, സിനിമാക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളുടെ മെമ്മറിക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ. ശരിയല്ലേ? സിനിമാക്കാരുടെ കാര്യങ്ങൾ പറയുമ്പോ നമ്മുടെ കുട്ടികൾക്ക് മെമ്മറിക്ക് ഒരു പ്രോബ്ലം ഇല്ല, കറക്റ്റ് ഓർഡറിൽ വന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത് ഏതായിരുന്നു? പെട്ടെന്ന് പറഞ്ഞു. മൊബൈലിന്റെ കാര്യം പറഞ്ഞു, ജീൻസിന്റെ കാര്യം പറഞ്ഞു, ലെഗിൻസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടം ആരാണെന്ന് പറഞ്ഞ് കുറച്ച് പറയൂ. ഫ്രണ്ട്സ്. എത്ര ഫ്രണ്ട്സ് പറഞ്ഞു? 10 ഫ്രണ്ട്സ് പറഞ്ഞു, 50 ഫ്രണ്ട്സ് പറഞ്ഞു. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പറഞ്ഞു, മൊബൈൽ ഫോൺ പറഞ്ഞു. പറഞ്ഞില്ലേ? പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു. ഓക്കെ. ഇന്റർനെറ്റ് ഒക്കെ കാണാറുള്ളവർ കൈപ്പൊക്കെ. നെറ്റ് കാണാറുള്ളവർ നേരെ പൊക്കും. ഇന്റർനെറ്റ് കാണാറുള്ളവർ. ഓക്കെ. അപ്പൊ ഇന്റർനെറ്റ് ഉപയോഗിക്കാറുണ്ട്. വേണം, പഠനത്തിന് അതൊക്കെ ആവശ്യമാണ്. നോ പ്രോബ്ലം. ദെൻ അത് കഴിഞ്ഞ് ചിരിക്കുന്നതാണ് ഏറെ നല്ലത് എന്ന് പറഞ്ഞു. അല്ലേ? ആണോ? പിന്നെ നമ്മുടെ ബിയറിന്റെ വൈൻ പറഞ്ഞു, ബിയർ പറഞ്ഞു, വൈൻ പറഞ്ഞു. അല്ലേ? പിന്നെ എന്ത് പറഞ്ഞു? കണ്ണുകൾ പറയാം. പരസ്പരം പറഞ്ഞു, ചന്ദനമഴ പറഞ്ഞു, കറുത്തമുത്ത് പറഞ്ഞു. പെട്ടെന്ന് പറ. കോടീശ്വരൻ പറഞ്ഞു,
അടിമോനെ ബസ് പറഞ്ഞു, സെൽമീനി ആൻസർ പറഞ്ഞു, D3 ഡാൻസ് പറഞ്ഞു, കുട്ടിപ്പട്ടാളം പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു. ഓക്കെ. പിന്നെ നമ്മളെന്താ പറഞ്ഞു? ചിരിക്കുന്ന പിന്നെ എന്താ പറഞ്ഞ? കണ്ണാണ് വലുത്, ചെവിയാണ് വലുത്, രോമമാണ് വലുത്. നമുക്ക് ഇത്രയും മതി. ഓക്കെ, നമുക്ക് ഇത്രയും മതി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്റെ പകുതി ഇവിടെ തീരുക. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. ഓഡിയോ കണക്ട് ചെയ്തില്ലേ? ഇതിന് കണക്ട് ചെയ്തിട്ടുണ്ടോ ഓഡിയോ? അതിലാണ് സൗണ്ട് ഒക്കെ വന്നോളൂ. ഞാൻ ഇവിടെയാണ് സാധാരണ ഓഡിയോ കണക്ട് ചെയ്യുന്നത്. സൗണ്ട് ടെസ്റ്റ് നേരത്തെ അതൊന്നും ചെക്ക് ചെയ്യാതെ നേരെ നമ്മൾ കയറി, സമയം പോയതാണ്. ഓക്കെ, നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. സൗണ്ട് വന്നില്ലല്ലോ. സൗണ്ട് ഇവിടെ കിടക്കുന്നു. ഓഡിയോ കേബിൾ അതീ കുട്ടിയെ പോരാ, ഇതിലിവിടെ all the precious things God has in store. We have all the love in the world. If that's all we have, you will find we need nothing more. Every step out the way, we'll find that we're the joy of the world. ഓക്കെ, എന്താ നമ്മളിവിടെ കണ്ടേ? ഫ്ലവേഴ്സ്. ഞാൻ നിങ്ങളെ സംബോധന ചെയ്തില്ല, പരിപാടി തുടങ്ങിയില്ല. പരിപാടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഈ പ്രോഗ്രാമിന്റെ എത്രയും ആദരണീയനായ അധ്യക്ഷൻ, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത വലിയ മനസ്സിനുടമയായ ഇവിടത്തെ നമ്മുടെ സ്വന്തം MLA സാർ, ഈ പ്രോഗ്രാമിന്റെ സംഘാടകർ, ഈ പ്രോഗ്രാമിന് വരാൻ മനസ്സ് കാണിച്ച മാതാപിതാക്കൾ, അതിലേറെ ഞാൻ ഏറെ സ്നേഹിക്കുന്ന എന്റെ 24 വയസ്സിൽ താഴെ പ്രായമുള്ള, പിന്നെ എനിക്ക് നിങ്ങളെ കുട്ടികളെ എന്ന് വിളിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ കുറെ പേരുടെ കയ്യിലിരിപ്പ് കുട്ടികളുടേതല്ല, ശരിയല്ലേ? അപ്പൊ ഞാൻ നിങ്ങളെ കുട്ടികളെ എന്ന് വിളിച്ച് ചെറുതാക്കൂല. അപ്പൊ എന്നെ സമയം കളയണ്ട. ഫ്രാൻസ് കൊള്ളാം, ഒരു ജനറേഷൻ ഗ്യാപ്പ് നോക്കണ്ടേടാ. ഓക്കെ, അപ്പോ എന്റെ സുന്ദരികളും സുന്ദരന്മാരുമായ ഈ ഗ്രാമത്തിലെ കുഞ്ഞുമക്കള് ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടപ്പെട്ടൊരു കൈയടിച്ചൂടെ? നമ്മളിവിടെ കണ്ടത് എന്തായിരുന്നു? ഇപ്പം ഫ്ലവേഴ്സ്. ആൻഡ് ഓൾ ഓഫ് യു ആർ ഫ്ലവേഴ്സ്. നിങ്ങൾ എല്ലാവരും പുഷ്പങ്ങളാണ്. പക്ഷേ സമൂഹത്തിൽ ജനങ്ങൾക്ക് ഏത് പുഷ്പങ്ങളെയാണ് ഇഷ്ടം? ഞാൻ ഉത്തരം പറയാം. നാറ്റമുള്ളതിനെയാണോ മണമുള്ളതിനെയാണോ? മണമുള്ളതിനെ. റൈറ്റ്? അപ്പം നിങ്ങളിൽ എത്ര പേരാണ് മണമുള്ളത്? അതിന് ഞാൻ ജാസ്മിൻ സ്പ്രേ അടിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇരിക്കുന്ന സംഘാടകർ, ഗൾഫ് മലയാളികൾ എന്ന സഹോദരങ്ങൾ സൗദി അറേബ്യയിലും കുവൈറ്റിലും ബഹ്റൈനിലും അബുദാബിയിലും ദുബായിലുമെല്ലാം ഈ ക്ലാസ് കണ്ടതിന് ശേഷമാണ് ഈ ക്ലാസുകൾ എന്റെ നാട്ടിലെ സഹോദരങ്ങളുടെ മക്കൾക്കും സഹോദരങ്ങൾക്കും കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മണമുള്ള ഗുണമുള്ള ആ ചെറുപ്പക്കാർ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. എന്റെ ചോദ്യം, ഇവിടെ ഇരിക്കുന്ന എന്റെ സഹോദരങ്ങളായ നിങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് എന്തു മണമാണ് ഉണ്ടായിട്ടുള്ളത്? ഉണ്ടായിട്ടുള്ളവരുണ്ടാവാം, എനിക്കത് അറിയണമെന്നില്ല. പക്ഷെ ഒരു ആത്മപരിശോധന കൂടെ നടത്തണം. കാരണം ഇനി വരുന്ന ആള് വളരെ സീരിയസ് ആണ്, വളരെ സ്ട്രിക്റ്റ് ആണ്, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും. ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ് നടന്നത്. അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ പാർട്ട്. കാരണം നമുക്ക് വിശ്വാസം വേണം. അല്ലെങ്കിൽ പിശാച് വേണമെങ്കിൽ വെള്ളമുണ്ടും വെള്ള ഷർട്ടും വെള്ളത്താടിയുടെ രൂപത്തിൽ വേണമെങ്കിലും വരാം, അല്ലേ? ഞാൻ തന്നെയാണ്. പക്ഷെ വന്നത് പിശാചാണോ അല്ലയോ എന്ന് അറിയണമെങ്കിലും ഒരു ചെറിയ വെളിവ് വേണം. അതുകൊണ്ടാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്, കൃഷ്ണൻ അർജുനോട് പറഞ്ഞിരിക്കുന്നത്, അർജുന, എനിക്ക് തിരിച്ചറിവില്ല, എനിക്ക് അറിവില്ല എന്ന് ഒരു വ്യക്തിക്ക് പറയണമെങ്കിൽ പോലും അവനൊരല്പം ദൈവാനുഗ്രഹം ഉണ്ടാവണം. ദൈവാനുഗ്രഹം ഇല്ലാത്തവൻ അഹങ്കരിച്ചുകൊണ്ട് നടക്കും.
അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, മണിത്തൂക്കം അഹങ്കാരം നിനക്കുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ 7 അയൽവക്കം നിന്നെ എത്തിക്കില്ല എന്ന്. അതുകൊണ്ടാണ് ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞത്, ആരുടെയെങ്കിലും കയ്യിൽ ഭാരമുള്ള എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവെച്ചിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ. അപ്പൊ ചില ബാഗുകൾ മാറ്റിവെച്ചു, ചില കൊച്ചുങ്ങളെ മാറ്റിവെച്ചു, ചില സാധനങ്ങൾ മാറ്റിവെച്ചു. ഞാൻ 2 വട്ടം പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ കൊണ്ട് 2 വട്ടം പറയിപ്പിച്ചു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഭാരം എന്താണെന്ന് അറിയാമോ? നിങ്ങളിൽ കുറെ പേരുടെ അഹങ്കാരം. നിങ്ങളുടെ കണ്ണുകൾ കാണുമ്പോൾ അറിയാം, അഹങ്കാരത്തിന്റെ കണ്ണുകൾ. ഞാൻ ഒരുപാട് കണ്ണുകൾ കണ്ടിട്ടുണ്ട്. അഹങ്കാരത്തിന്റെ കണ്ണുകൾ, അഹംഭാവത്തിന്റെ കണ്ണുകൾ, പുച്ഛത്തിന്റെ കണ്ണുകൾ, പരിഹാസത്തിന്റെ കണ്ണുകൾ, ലൈംഗികതയുടെ സെക്സിന്റെ കണ്ണുകൾ, സിനിമാ നടിമാരുടെ മേക്കപ്പെട്ട കണ്ണുകൾ, അങ്ങനെ പല പല മോശപ്പെട്ട രീതിയിലുള്ള കണ്ണുകൾ കാണുമ്പോൾ ഞാൻ വേറെ കുറെ കണ്ണുകൾ കാണാൻ ശ്രമിക്കാറുണ്ട്. കരുണയുടെ കണ്ണുകൾ, ആർദ്രതയുടെ കണ്ണുകൾ, സ്നേഹത്തിന്റെ കണ്ണുകൾ, വാത്സല്യത്തിന്റെ കണ്ണുകൾ, നന്മയുടെ കണ്ണുകൾ. ഈ പ്രോഗ്രാം നടത്തുന്ന ഗൾഫ് ടീം എന്ന് പറയുന്നതും ഇതിന്റെ സംഘാടകരിലും ഞാൻ ആ നന്മയുടെ കണ്ണുകളാണ് കണ്ടത്. 6 മാസം 1 വർഷക്കാലമായി ലുക്മാൻ എന്ന് പറയുന്ന ഇതിന്റെ ഒരു സംഘാടകൻ എന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ കൊടുത്തതേയില്ല ഡേറ്റ്, ഞാൻ കൊടുക്കാത്തതല്ല. യഥാർത്ഥത്തിൽ അതിനുള്ള സമയമോ നിയോഗമോ ആയില്ല എന്നുള്ളത് കൊണ്ടാകാം ഞാൻ ലുക്മാന് പിടികൊടുക്കാതെ ചാടി നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ലുക്മാൻ എത്രയോ പ്രാവശ്യം കഷ്ടപ്പെട്ട് പരിശ്രമിച്ചിട്ടാണ് ഈ ഒരു ഡേറ്റ് കിട്ടിയതെന്ന് നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞപ്പോ ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, താല്പര്യമില്ലാത്തവരുടെ മുമ്പിൽ പോയി ക്ലാസ് എടുക്കാൻ. അതുകൊണ്ടാണ് ഉപനിഷത്തുക്കൾ പറയുന്നത്. 1150 ഉപനിഷത്തുക്കൾ ഭാരതത്തിന്, 4 വേദങ്ങൾ, 18 പുരാണങ്ങൾ. ഞാൻ ഭഗവത്ഗീത നന്നായി പറയില്ല, ഒരു തുള്ളി പറയും. രാമായണം ശാസ്ത്രീയമായ ഒരു തുള്ളി പറയും. ഭാഗവതം പറയാൻ എനിക്ക് കഴിയും. അതെല്ലാം ഈ അടുത്ത കാലങ്ങളിൽ പഠിച്ചതാണ്. ഞാൻ ശാസ്ത്രത്തിന്റെ ബയോളജി അധ്യാപകനാണ്. സയന്റിഫിക് ആയിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഭഗവത്ഗീതയും രാമായണവും ഉപനിഷത്തുക്കളും ഞാൻ പറയുമെങ്കിലും കേൾക്കാൻ പലപ്പോഴും അധികം സഹോദരങ്ങളെ കിട്ടാറില്ല. ഞാൻ ഖുർആനും ബൈബിളും ഒരു തുള്ളി പറയും, കേൾക്കാൻ എനിക്ക് സമുദ്രം പോലെ ആൾക്കാരെ കിട്ടാറുണ്ട്. അതുകൊണ്ട് എന്നെ ബിൻ ലാദന്റെ അനിയനായി കുറെ പേര് ചിത്രീകരിക്കുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം, സ്വന്തം ബുദ്ധി ഉപയോഗിച്ച്. അപ്പൊ കരുണയുടെ കണ്ണുകളാണ് നമുക്ക് വേണ്ടത്, സ്നേഹത്തിന്റെ കണ്ണുകളാണ് വേണ്ടത്. ഇരിക്കുന്ന സഹോദരങ്ങളോട് ആദ്യമായിട്ടുള്ള നിർദ്ദേശം, നിന്റെ അഹങ്കാരത്തിന്റെ കണ്ണെടുത്ത് മാറ്റിവെയും. കാരണം ആ കണ്ണുകൾ കൊണ്ട് നീ പരാജയം മാത്രമേ ഏറ്റുവാങ്ങൂ. ഇരിക്കുന്ന മാതാപിതാക്കളോടുള്ള ചോദ്യം, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഉറക്കപ്പറ, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. പക്ഷെ എന്റെ സഹോദര, നീ കേട്ട് കാണും, നിന്റെ മക്കൾ ഫ്രണ്ടിൽ ഇന്നിപ്പോ വിളിച്ചു പറഞ്ഞത് അവർക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടം നിങ്ങളെന്ന് പറയുന്ന പാരന്റ്സിനോടൊപ്പമല്ല, ടീച്ചേഴ്സിനോടൊപ്പമല്ല, ഫ്രണ്ട്സിനോടൊപ്പമാണെന്ന് എഴുതി വെണ്ടയ്ക്ക അക്ഷരത്തിൽ അവിടെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാൾ കൊണ്ട് മക്കളുടെ പുറകെ നമ്മൾ ഓടി നടക്കുന്നു. പക്ഷെ മക്കൾ വേറെ ആരുടെ പുറകെ ഓടി നടക്കുന്നു. അതുകൊണ്ടാണ് അബുദാബിയിൽ ഈ പ്രോഗ്രാമിന് പേരിട്ടത്, നിങ്ങളുടെ മക്കൾ നിങ്ങളുടേതല്ല. എന്റേതല്ലേ? അതല്ലായിരുന്നു അതിന്റെ ആശയം. നിങ്ങളുടെ മക്കളായിരുന്നു ജനിച്ച് 5 വയസ്സ് 10 വയസ്സ് വരെ. ഇപ്പൊ 24 വയസ്സിൽ 10 വയസ്സ് കഴിഞ്ഞപ്പോ നിങ്ങളുടെ മക്കൾ വേറെ ആരുടെ മക്കളായി മാറിക്കഴിഞ്ഞു. റൈറ്റ്? അങ്ങനെ അവർ നിങ്ങളെ വിട്ട് പോയി തുടങ്ങി. നിങ്ങൾ അവരുടെ ഹൃദയത്തിലില്ല പലരുടെയും. ഇവിടെ ഉത്തരം വിളിച്ചു പറഞ്ഞപ്പോ മനഃപൂർവ്വം ഉത്തരങ്ങൾ വിളിച്ചു പറയാതെ വളരെ വിദഗ്ധമായി ഒളിച്ചവരുണ്ട്. പക്ഷെ എനിക്കതറിയേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് വിശുദ്ധ ഖുർആൻ ഒരു തുള്ളി അറിയാം. വിശുദ്ധ ഖുർആൻ 6-ാം സൂറത്ത് പഠിപ്പിക്കുന്നു, നീ ഒളിച്ചു ചെയ്യുന്നതും മറച്ചു ചെയ്യുന്നതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നടാ എന്ന്. നിന്റെ മനസ്സിൽ നീ രഹസ്യമാക്കുന്നതും നീ പരസ്യമാക്കുന്നതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന്. നിനക്ക് എന്നെയല്ലേ വിളിക്കാൻ പറ്റൂ? 2ാമത്തെ ആളുടെ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. ഇനി അദ്ദേഹമാണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു നിമിത്തം മാത്രമാണ്. അദ്ദേഹം എത്തിച്ചേർന്ന് കഴിഞ്ഞു. അദ്ദേഹം വളരെ പെട്ടെന്ന് പോകും. അതിനു മുമ്പ് നിങ്ങൾ അദ്ദേഹത്തിനെ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാലൊന്നും കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഹിന്ദു സഹോദരങ്ങൾ പറയുന്ന പേരാണ് പരമാത്മാവ്. ഇസ്ലാം സഹോദരങ്ങൾ പറയുന്ന പേരാണ് അള്ളാഹു പടച്ചോൻ. ക്രിസ്ത്യൻ സഹോദരങ്ങൾ പറയുന്ന പേരാണ് പരിശുദ്ധാത്മാവ്. മറ്റു കുറെ സഹോദരങ്ങൾ കർത്താവ് എന്ന് പറയും, ചില യഹോവ എന്ന് പറയും, വേറെ പേരിൽ പറയും. ആകെ മൊത്തം ടോട്ടൽ ചേർത്ത് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഈ ക്ലാസ് 1750 എത്തിച്ചേർന്നതിന് കാരണം
ഈ പ്രപഞ്ച സൃഷ്ടാവെന്ന ദൈവിക ശക്തി എന്ന പ്രപഞ്ച ശക്തിയുടെ ആ ദൈവിക ചൈതന്യത്തിന്റെ അനുഗ്രഹത്തിന്റെ ബലം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഇവിടം വരെ എത്താൻ കഴിഞ്ഞതും 15 ലക്ഷത്തിലധികം മക്കളെ എനിക്ക് ഇന്ന് സ്വന്തമാക്കാൻ കഴിഞ്ഞതും. ഇതിന്റെ ഇടയിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നീ വിശ്വാസിയാണെങ്കിൽ നീ ഉറപ്പിച്ചോളൂ, നിന്റെ ചെവിയുടെ അടുത്ത്, നിന്റെ സ്വന്തം ശരീരത്തിന്റെ അടുത്ത് ദൈവ സാന്നിധ്യം നിൽക്കുകയാണ്. അത് ഏത് പേരിട്ടോ നീ വിളിച്ചോളൂ, പക്ഷെ ദൈവ സാന്നിധ്യം നിൽക്കുകയാണ്. കുട്ടിയാണെങ്കിൽ ഫ്രണ്ടിലേക്ക് വരിക. കുട്ടികൾ ബാക്കിൽ കിടന്ന് ചവിട്ടരുത്, പിടിക്കരുത്. അതിന് കാരണമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന് അത് ഇഷ്ടമല്ല. കുട്ടികൾ ഫ്രണ്ടിലേക്ക് വരും. ഞാൻ നിമിത്തം മാത്രമാണ്. പാരന്റ്സ് കുട്ടികളെ ഫ്രണ്ടിലോട്ട് അയക്കൂ. അവിടേക്ക് കസേരയുണ്ട് ഫ്രണ്ടിൽ. മോളെന്തിനാ അവിടെ കിടന്ന് ചവിട്ടുന്നേ? ഇനി വരുന്നവരെ കയറ്റി വിടരുത് ഇതിനകത്തേക്ക്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പിശാച് ഈ ക്ലാസ് കഴിയുന്ന ആഹാരം വരുന്ന സമയം വരെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അതിലേക്ക് എനിക്ക് ഇടപെട്ടാൽ വന്നിരിക്കുന്ന ദൈവത്തിന് ദേഷ്യം ഉണ്ടാകും. ഞാൻ ജസ്റ്റ് ഒരു നിമിത്തം മാത്രം. ഇവിടെ തെളിയും. നിങ്ങളുടെ അടുത്ത് ഇപ്പൊ നിങ്ങളുടെ സ്വന്തം ദൈവം വന്ന് നിൽപ്പുണ്ട്. എനിക്ക് കാണാൻ കഴിയും. അത് കാണുന്നത് വേറൊരു കണ്ണുകളിലൂടെയാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ വരാൻ പോകുന്നത് സംഭവിക്കുമെന്നും അത്ഭുത കാര്യങ്ങൾ കാണാനും പറയാനും പ്രവർത്തിക്കാനും കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നീ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യം നിങ്ങളോട് വിളിച്ചു പറയുന്നു. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. എനിക്ക് ഒരു നിർബന്ധവുമില്ല. പക്ഷെ ഒരു കാര്യം, വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ വിവേകാനന്ദ സ്വാമി പറയുന്നു, ഈ പ്രപഞ്ച ശക്തി എന്ന് പറയുന്ന ദൈവിക ശക്തിയെ അതിനെ ഒളിച്ചു മറച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മക്കൾ പറയും, ഞാൻ ബാപ്പയെ ഒളിച്ചു, ഞാൻ ഉമ്മയെ ഒളിച്ചു, ഞാൻ സാറിനെ ഒളിച്ചു, ഞാൻ അവരെ പറ്റിച്ചു എന്ന്. പക്ഷെ കുറച്ച് കഴിയുമ്പം റിസൾട്ട് വരുമ്പോ ഒരു കാര്യം മനസ്സിലാകും, നീ ആരെയും ഒളിച്ചിട്ടില്ല, നിനക്ക് കിട്ടിയ ഉത്തരമാണ് ദാ ഇത്, അല്ലെങ്കിൽ റിസൾട്ടാണ് ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ഇരിക്കുന്നകത്ത് വിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ അടുത്ത്, നിങ്ങളുടെ ചെവിയുടെ അടുത്ത് നിങ്ങളുടെ ദൈവം നിൽക്കുകയാണ്. അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളെ എല്ലാവരെയും ദൈവം, ഞാൻ സത്യം പറയണോ അതോ നിങ്ങളെ സൂചിപ്പിച്ച് കള്ളം പറയണം? ഉറക്കെ പറയും. നിങ്ങളെ എല്ലാവരെയും ദൈവം സ്പർശിക്കില്ല കേട്ടോ. അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ ഇതിനകത്തിരിക്കുന്ന വളരെ കുറച്ചു പേരെ ദൈവം സ്പർശിക്കും. ഞാൻ ഗ്യാരണ്ടി. ഈ ഷോ കഴിയുന്നതിന് മുമ്പ് ഇതിനകത്തിരിക്കുന്ന മിക്കവരെയും സ്പർശിച്ചിരിക്കും, അത് ഉറപ്പ്. പക്ഷെ ആദ്യം സ്പർശനം കിട്ടാൻ കഴിയുന്നത് വളരെ കുറച്ചു പേർക്ക്. എന്റെ ചോദ്യം, ദൈവം നിങ്ങളെ സ്പർശിക്കണമെങ്കിൽ നിങ്ങളുടെ എവിടെയായിരിക്കും സ്പർശിക്കുക? ഹൃദയത്തിൽ. മോള് പറഞ്ഞത് വളരെ കറക്റ്റ്. വിശുദ്ധ ബൈബിൾ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് യേശുദേവൻ. അദ്ദേഹം അനുഭവിച്ചതുപോലെ പീഡനമൊന്നും നമ്മളാരും അനുഭവിച്ചിട്ടൊന്നുമില്ല. ശരിയല്ല? യേശുദേവൻ പഠിപ്പിച്ചു. വിശുദ്ധ ബൈബിളിൽ കർത്താവ് ദൈവം യേശുദേവനിലൂടെ പഠിപ്പിച്ചു. മത്തായി 5:7 കരുണയുള്ളവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവന് കരുണ ലഭിക്കും. 5:8 ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ. മോള് പറഞ്ഞത് ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവന് ദൈവത്തെ ലഭിക്കും. ഇന്ന് നിങ്ങളിൽ എത്ര പേർക്കാണ് ഹൃദയശുദ്ധിയുള്ളത്? നിങ്ങളുടെ മനസ്സ് ശുദ്ധവും വൃത്തിയുമായിട്ടുള്ളത് എത്ര പേരിലാണ്? അവരിൽ ദൈവം സ്പർശിക്കും. അപ്പൊ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളിനെ ദൈവം സ്പർശിക്കുമ്പോ ആ ദൈവം സ്പർശിക്കുന്ന ആളിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഞാനൊരു സൂത്രം പറഞ്ഞു തരാം. എല്ലാവരും ഒന്ന് ചിരിച്ചേ എന്ന് ഞാൻ പറയുന്നില്ല. പറയുന്നതിന് മുമ്പ് ചിരിക്കാൻ റെഡിയായിട്ടാണ് നമ്മൾ കോമഡി സ്റ്റാർസിന്റെയും അല്ലെങ്കിൽ മറ്റ് പല ചിരിക്കാരന്മാരുമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുക, ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് പൊട്ടിക്കരഞ്ഞേ, ഒരു സെക്കൻഡ് നേരം നിങ്ങൾക്കൊന്ന് കരയാൻ പറ്റുമെങ്കിൽ കരഞ്ഞു നോക്കിയേ. നിങ്ങൾക്ക് പറ്റില്ല. ഒരു സെക്കൻഡ് നിങ്ങൾക്ക് കരയാൻ പറ്റില്ല. അവിടെയാണ് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, തന്നെക്കാൾ ഉയർന്നവരെ ആദരിക്കാത്തവനും തന്നെക്കാൾ താഴെയുള്ളവരോട് കരുണ പുലർത്താത്തവനും എന്നിൽപ്പെട്ടവനല്ല എന്ന്. സമൂഹത്തിലെ പാവപ്പെട്ടവരെയും ദുഃഖിക്കുന്നവരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും കാണുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് വരാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്നിൽ നന്മയുടെ അംശം ഒളിഞ്ഞു കിടക്കുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ 22-ാം സൂറത്ത് പഠിപ്പിക്കുന്നു, മനോരോഗികൾ, സംശയരോഗികൾ, അവരും ഹൃദയം കടുത്തുപോയവരും മനസ്സ് കടുത്തുപോയവരെയും
പിശാചിന്റെ ഇടപെടലിനായി പടച്ചോൻ അങ്ങ് വിട്ടിരിക്കുകയാണ്. നീ അവരുടെ കാര്യം ശ്രദ്ധിക്കണ്ട എന്ന് 22-ാം സൂറത്തിൽ കിടപ്പുണ്ട്. മനസ്സ് കടത്തുപോയവർ, ഒന്നുകൂടെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹാർഡ് ഹാർട്ടഡ് ആൻഡ് ക്രൂവൽ മൈൻഡ്. ബൈബിളിൽ പറയുന്നു, കഠിന ഹൃദയന്മാരോട് കൂട്ടുകൂടുകയേ ചെയ്യരുത്, പാപികളോടും ദുഷ്ടന്മാരോടും കൂട്ടുകൂടുകയേ ചെയ്യരുത്. കാരണം ചെയ്താൽ അതിന്റെ അംശം നമ്മളും കൂടെ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഹാർഡ് ഹാർട്ടഡ് ആൻഡ് ക്രൂവൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സ് കടുത്തുപോയ മനുഷ്യൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ചില അച്ഛന്മാരോട്, നിങ്ങളൊന്ന് പൊട്ടിക്കര മനുഷ്യ, അവൻ കരയില്ല. പക്ഷെ പൊട്ടിക്കരയുന്ന അച്ഛന്മാരെയും പുരുഷന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട് 12-13 വർഷങ്ങൾക്ക് മുമ്പ്, 15 വർഷങ്ങൾക്ക് മുമ്പ്. എവിടെയാണെന്നറിയാമോ? ബാറുകളിൽ. ആ ബാറുകളിൽ ഞാൻ കയറി നടന്നിരുന്ന സ്ഥലം ഞാൻ പോയിട്ടുണ്ട്. ആ ബാറുകളിൽ അച്ഛന്മാര് പൊട്ടിക്കരയുന്ന കാഴ്ചകൾ കണ്ടപ്പോ ഒരു പഠനത്തിന് വേണ്ടി ഞാൻ അച്ഛന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്തിന് ഇവിടെ നിന്ന് കരയുന്നു? നിങ്ങൾക്ക് വീട്ടിൽ പോയി മോളുടെ മടിയിൽ തലവെച്ച് കരഞ്ഞൂടെ, ഭാര്യയുടെ മടിയിൽ തലവെച്ച് കരഞ്ഞൂടെ? അപ്പോ ഒരു അച്ഛൻ അന്ന് പറഞ്ഞ വാക്ക് ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. അതിന് സാർ, എന്റെ മോള് ഒളിച്ചോടി പോയി കഴിഞ്ഞു, ഞാൻ പിന്നെ ആരുടെ മടിയിൽ തലവെച്ച് കരയും എന്ന്. അപ്പൊ അച്ഛന്മാരിൽ കുറെ പേർക്ക് കരയാനുള്ള സ്ഥലമാണ് ബാറുകൾ, ഷാപ്പുകൾ. എന്നാൽ ആ കരച്ചിൽ വീട്ടിൽ ഭാര്യയുടെ മടിയിൽ കരഞ്ഞിരുന്നുവെങ്കിൽ ഒരു നല്ല ജീവിതം അവിടെ ഉണ്ടായേനെ. ഭർത്താവിന്റെ മടിയിൽ തലവെച്ച് ഭാര്യമാരെന്ന് പൊട്ടിക്കരഞ്ഞിരുന്നുവെങ്കിൽ അവിടെ ഒരു നല്ല ജീവിതം ഉണ്ടായേനെ. പക്ഷെ പല വീടുകളിലും ഗുസ്തി മത്സരമാണ് നടക്കുന്നത്. ഈഗോ, ഞാനും നീയും എന്ന ഗുസ്തി മത്സരങ്ങൾ പല കുടുംബങ്ങളിലും നടക്കുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നു, എളിമയും വിനയവുമുള്ള ഒരു മഹിമ ലഭിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ എളിമ, വിനയം, നന്മ, കരുണ, സഹനം, ക്ഷമ എന്നീ വാക്കുകൾ നമ്മുടെ പുതിയ തലമുറയിലെ 10-15 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ എത്ര പേർക്ക് അറിയാം? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, സഹനശീലത്തിൽ നീ മറ്റുള്ളവരെ കവച്ചു വെക്കണം എന്ന്. എന്താ സഹനം? എന്തുമാത്രം പ്രയാസം വന്നാലും അത് താങ്ങാനുള്ള ഒരു കഴിവ്. ശരിയല്ലേ? അത് പല അമ്മമാർക്കും ആ സഹനത്തിന്റെ കഴിവുള്ളത് കൊണ്ടാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയായ പ്രസവ വേദന ദൈവം സ്ത്രീക്ക് കൊടുത്തത്. അത് ഒരിക്കലും ഒരു പുരുഷൻ അനുഭവിക്കാൻ പറ്റില്ല. കാരണം പുരുഷന് സഹനം എന്ന് പറഞ്ഞൊരു സാധനം വളരെ കുറവ് മാത്രമേ ഉള്ളൂ. ആലോചിച്ചു. എന്നാൽ ഏറ്റവും കൂടുതൽ സഹിച്ച് കാണിച്ചു തന്ന ആൾക്കാരാണ് യേശുദേവനും 1.25 ലക്ഷം പ്രവാചകന്മാരും. എന്റെ ചോദ്യം, ശ്രീകൃഷ്ണനാണെങ്കിലും യേശുദേവനാണെങ്കിലും പ്രവാചകന്മാർ 1.25 ലക്ഷമാണെങ്കിലും വിവേകാനന്ദ സ്വാമിയാണെങ്കിലും മദർ തെരേസയാണെങ്കിലും ഈ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങൾ എല്ലാം തന്നെ ഓരോ അമ്മമാര് പ്രസവിച്ച മക്കൾമാരല്ലേ? അല്ലേ? അല്ലേ? ഈ പറഞ്ഞ പേരുകളിൽ ആരെങ്കിലും ഒരാൾ ആകാശത്ത് നിന്ന് പൊട്ടി താഴെ വീണതാണോ? മിണ്ടൂല. ഞാൻ കാണാപ്പാടം ദൈവത്തിനെ പഠിക്കുന്ന ആളല്ല, ഞാൻ പ്രാക്ടിക്കലി പഠിക്കുന്ന ആളാണ്, തിയററ്റിക്കലിന്റെ ആളല്ല. ഒരു മഹാനും ആകാശത്ത് നിന്ന് പൊട്ടി താഴെ വീണതല്ല. റൈറ്റ്? ഇവരെല്ലാരെയും ഓരോ അമ്മമാര് പ്രസവിച്ചവരാണ്. യെസ് ഓർ നോ? 2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ ഇവിടെ പടച്ചവന്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ 2 കാര്യം തെളിയിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ മഹാന്മാര് മുഴുവൻ ഓരോ അമ്മമാര് പ്രസവിച്ചവരാണെങ്കിൽ ഈ ഇരിക്കുന്ന നമ്മളെ എല്ലാരെയും ഓരോ അമ്മമാര് പ്രസവിച്ചതല്ലേ? നമ്മൾ എന്തുകൊണ്ട് പ്രവാചകന്മാരെ പോലെയും യേശുദേവനെ പോലെയും കൃഷ്ണനെ പോലെയും വിവേകാനന്ദനെ പോലെയും മഹാത്മാഗാന്ധിയെ പോലെയും നമ്മളായില്ല? ആലോചിക്കും. നമ്മളിലെ സ്വാർത്ഥത, എല്ലാം എന്റെ മോക്ക്, എല്ലാം എന്റെ മോന്, എല്ലാം എന്റെ കുടുംബത്തിലേക്ക്, എല്ലാം എന്റെയിലേക്ക്. നേരത്തെ പറഞ്ഞ മഹാന്മാരെല്ലാം നിനക്ക് വേണ്ടി ഞാൻ, നിനക്ക് വേണ്ടി ഞാൻ, നിനക്ക് വേണ്ടി ഞാൻ എന്ന അവസ്ഥ. ശരിയാണോ തെറ്റാണോ? ആലോചിക്കും. സ്വന്തം ബുദ്ധി ഉപയോഗിക്കും. വിശുദ്ധ ഖുർആൻ 10-ാം സൂറത്തും 100-ാം സൂക്തം പറയുന്നു, ബുദ്ധി ഞാൻ നിനക്ക് തന്നിട്ടും ആ ബുദ്ധി നല്ല രീതിയിൽ ഉപയോഗിക്കാത്ത നിന്നെ ഞാൻ അശുദ്ധനാക്കുന്നു, നിഷിദ്ധനാക്കുന്നു. ഖുർആൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഖുർആൻ മാത്രമേ ആവുന്നു. വിശുദ്ധ ഖുർആൻ 39-ാം സൂറത്ത് 39-ൽ പിശാചൻ ഇതിൽ പിടിച്ചു തുടങ്ങി. 39-ാം സൂറത്ത് പഠിപ്പിക്കുന്നു,
ആര് പറയുന്നതും ശ്രദ്ധാപൂർവം കേൾക്കുകയും അതിൽ നിന്ന് നിന്റെ ജീവിതം വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ളവ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിയുള്ളവൻ എന്ന്. ശരിയല്ല? അതുകൊണ്ടാണ് പ്രവാചകൻ അതിന്റെ ആശയം പഠിപ്പിച്ചത്, ചൈനയിൽ പോയി വേണമെങ്കിലും അറിവ് വർദ്ധിപ്പിക്കണമെങ്കിൽ നീ അവിടെ പോയി അറിവ് വർദ്ധിപ്പിക്കണം എന്ന്. അറിവാണ് ഏറ്റവും പ്രധാനം എന്ന്. എന്നിട്ട് നീ നിന്റെ മക്കളും കൂടെ അറിവ് തന്നെയാണോ ഒന്ന് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആലോചിക്കും. നന്നായി. അപ്പൊ നമ്മൾ വേദത്തിലേക്ക് ഒരല്പം കയറി. ഞാൻ വീണ്ടും താഴോട്ട് ഇറങ്ങി വരുന്നു. പറഞ്ഞത് മറക്കണ്ട. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അടുത്തുണ്ട്. ആ ദൈവം നിങ്ങളെ സ്പർശിക്കും. അടുത്തിരിക്കുന്നവർക്ക് കാണാൻ പറ്റും. വളരെ ചെറിയ ചില ആൾക്കാരിൽ നിന്ന്, കണ്ണുകളിൽ നിന്ന് ചില സാധനങ്ങൾ ഒഴുകിയിറങ്ങുന്നത് കാണാൻ പറ്റും. ഈ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന സാധനങ്ങൾ കാണുന്ന അടുത്തിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾ ഓർത്തോളൂ. അവരിൽ ദൈവികമായ പ്രവർത്തനം നടക്കുകയാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ. എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? കൂടുതൽ പശ്ചാത്തപിക്കുകയും കൂടുതൽ ശുദ്ധി നേടുകയും ചെയ്യുന്നവരെ മാത്രമാണ് പടച്ചോന് ദൈവത്തിന് ഇഷ്ടം എന്ന്. നീ എന്ന് ശുദ്ധി നേടാൻ പരിശ്രമിച്ചിട്ടുണ്ട്? അപ്പൊ ഇത് നമ്മുടെ ശുദ്ധി നേടൽ പണിയുടെ പരിപാടിയുടെ ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ശുദ്ധി നേടാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. ഈ ക്ലാസ് ചുരുക്കത്തിൽ പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ 91 സൂറത്തിലെ ഒരു ആയത്താണ് ഇവിടത്തെ നടക്കുന്ന പ്രോസസ്. എന്താണ് 91? നിങ്ങളോട് ഞാൻ ചോദിക്കുകയില്ല. ഞാൻ ഒരു ചോദ്യവും ചോദിക്കില്ല. കാരണം എനിക്ക് ഈ ദിവ്യശക്തി അല്ലെങ്കിൽ ദിവ്യമായ കാര്യങ്ങൾ ദൈവാനുഗ്രഹത്തോടെ തെളിഞ്ഞു കിട്ടി. എനിക്ക് കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ഇരുന്ന് വായിക്കാം, ഉപയോഗിക്കാം. വേണ്ടെങ്കിൽ ഇതിലൂടെ കേട്ട് ഇതിലൂടെ കളയാം. പക്ഷെ ഇവിടെ നടക്കാൻ പോകുന്ന, ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം 91 സൂറത്തിലെ ഒരു ആയത്താണ്. എന്താണെന്നറിയാമോ? ആത്മാവിനെ സംസ്കരിച്ചെടുക്കുന്നവൻ വിജയിച്ചിരിക്കുന്നു, ആത്മാവിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ മഹാന്മാരെല്ലാരും ആരായിരുന്നു? അവരവരുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് സംസ്കരിച്ചിട്ടവർ. എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ മലയാള പരിഭാഷ 480-500 പ്രാവശ്യത്തിലധികം ആശയം മനസ്സിലാക്കി ഡേ ടു ഡേ ലൈഫിന് വേണ്ടത് തലകുത്തിയിരുന്ന് പഠിച്ചു. ആദ്യം ഒന്നും മനസ്സിലായില്ല. അപ്പൊ ആത്മാവിനെ സംസ്കരിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടി അല്ല സഹോദരങ്ങളെ. ഇന്ന് ആർക്കാണോ അവനവന്റെ ആത്മാവിനെ സ്വയം സംസ്കരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 2 സൂറത്ത് പറയുന്നത്, എന്നെ ഓർക്കുന്നവനെ മാത്രമേ ഞാൻ ഓർക്കൂ, ഞാൻ നിന്റെ പുറകെ ഓടി നടന്ന് നിന്നെ ഓർപ്പിക്കില്ല. ഈ പറഞ്ഞതിന്റെ മലയാള അർത്ഥം, ദൈവത്തിനെ നമ്മൾ ഓർത്താൽ നമ്മളെ ദൈവവും ഓർക്കും. അത് ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉത്തമനായ സത്യസന്ധനായ ഭക്തൻ, അതാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അർജുന, സത്യസന്ധനായ ഭക്തൻ, അവൻ എന്താഗ്രഹിച്ചാലും അവന് ലഭിച്ചിരിക്കും എന്ന് ഭഗവത്ഗീത. ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമല്ല. അമേരിക്കയിലെ 186 യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത ഒരു പേപ്പറായി പഠിപ്പിക്കുന്നു. നിങ്ങളുടെ മക്കൾ പറഞ്ഞു കണ്ണുകളാണ് വലുത് എന്ന്. പക്ഷേ ഗീത പറയുന്നു ഞാനാണ് വലുത്, എന്റെ കണ്ണ് ഒരു ഇന്ദ്രിയം, അവയവം മാത്രമാണ് എന്ന്. നിങ്ങളുടെ മക്കൾ പറഞ്ഞു ചെവിയാണ് വലുത്, രോമമാണ് വലുത് എന്ന്. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല. കാരണം അവർക്ക് ഇതിൻ്റെതായ ഡിവൈൻ നോളജ് കൊടുക്കാൻ നിങ്ങളിൽ എത്ര പേർ പരിശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ചോദിച്ചു നിങ്ങളുടെ മക്കളോട്, ഈ ഗ്രാമത്തിൽ, ഈ പെരുവള്ളൂർ ഗ്രാമത്തിൽ, അല്ലെങ്കിൽ ഈ സ്കൂളിൽ, ഈ നാട്ടിൽ എത്ര കുട്ടികൾ മ്യൂസിക്കിൽ സ്റ്റേറ്റിൽ ജില്ലയിൽ ഫസ്റ്റ് ആകുന്നു എന്ന് ചോദിച്ചു. മ്യൂസിക് നില്ലെന്നായിരുന്നു കണ്ടത്. നില്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ നാട്ടിൽ അങ്ങനെയുള്ള കുട്ടി ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോട് ചോദിച്ചത്, സ്റ്റേജ് ഐറ്റത്തിൽ ഓക്കെ ഭയങ്കര പെർഫോമൻസ് നടത്തി ഭാവിയിൽ മമ്മൂട്ടിയും മോഹൻലാലും ദുൽഖർ സൽമാനും ആകാൻ വേണ്ടി പരിശ്രമിക്കുന്ന എത്ര മക്കൾ നിങ്ങളുടെ കുട്ടികളായി ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പൊ അവിടെ നില്ലെന്നായിരുന്നു ഉത്തരം കണ്ടത്. മറക്കരുത് ആരും. ആദ്യത്തെ പാട്ട് കേട്ടപ്പോ കുറെ പേര് വിചാരിച്ചു ഇതെന്തോന്ന്. പക്ഷെ ആദ്യം നമ്മൾ നമ്മുടെ ഉള്ളറിയണം, നമ്മളെ അറിയണം. അതുകൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത്, നബി തിരുമേനി പഠിപ്പിച്ചത്, നിന്നെ ഇങ്ങോട്ട് സൃഷ്ടിച്ചയച്ചിരിക്കുന്നത് ആദ്യം നീ നിന്നെ അറിയണം. നീ നിന്നെ അറിഞ്ഞിട്ടുണ്ടോ മോനെ? അറിയണം. 2, നീ ദൈവത്തിനെ അറിയണം. നീ ദൈവത്തിനെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ മോളെ? 3, ഇവിടം സ്വർഗമാക്കണം.
ഇവിടം നരകമാക്കി മാറ്റിയാൽ എങ്ങനെയാണ് നീ വിശ്വസിക്കുന്ന സ്വർഗം നിനക്ക് കിട്ടുക? ഈ ഇവിടെ ഇരിക്കുന്ന എന്റെ ഈ സഹോദരങ്ങളിൽ ഞാൻ സത്യമായി തന്നെ പറയുന്നു, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഫസ്റ്റ് പാർട്ടിൽ ദൈവ സാന്നിധ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പിള്ളേരോട് കൂടുതൽ കമ്പനി കൂടി സംസാരിച്ചത്. സെക്കൻഡ് പാർട്ടിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമ്പോൾ എനിക്ക് ശക്തമായി പറയേണ്ടിയിരിക്കുന്നു, സത്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള ദൈവിക ചൈതന്യം എന്നെ വെറുക്കും. എന്നെ ദൈവം വെറുക്കുന്ന ഒരു പണിയും ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എന്റെ ചോദ്യം, ഈ ഇരിക്കുന്ന നിങ്ങൾ കഴിഞ്ഞ എത്രയോ വർഷം കൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നു, നിസ്കരിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, ചർച്ചിൽ പോകുന്നു, പായസം വഴിപാട് നടത്തുന്നു, തേങ്ങ അടയ്ക്കുന്നു. എസ് ഓർണോ? എസ് ഓർണോ? ലൗഡർ, പാരന്റ്സ് ഉൾപ്പെടെ എസ് ഓർണോ? എന്നാൽ എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ദൈവം എന്റെ മനസ്സിൽ പറയുന്നു, ഈ ഇരിക്കുന്നവരിൽ 80% പേരുടെ വീടുകളിലും ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും മനപ്രയാസവും വിഷമങ്ങളും തീർന്നിട്ടില്ല. എസ് ഓർണോ? അതെങ്ങനെ ശരിയാകുമെന്നാണ് ഞാൻ ചോദിക്കുക. നിങ്ങൾ വിശ്വാസികളാണ്, നോമ്പനുഷ്ഠിക്കുന്നു, നിസ്കരിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, തേങ്ങ അടയ്ക്കുന്നു, വഴിപാട് നടത്തുന്നു. പക്ഷെ നിങ്ങളുടെ വീടുകളിൽ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും മനപ്രയാസവും തീർന്നിട്ടില്ല. അല്ലേ? ശരിയല്ല? അതിന്റെ അർത്ഥം എന്താ? എന്റെ സഹോദരി, നിങ്ങളുടെ വീട്ടിൽ ദൈവ സാന്നിധ്യം ഇല്ല എന്ന് തന്നെയല്ലേ? ദൈവം ഉള്ള വീടാണെങ്കിൽ അതിന്റെ സ്വർഗം എന്നല്ലേ പറയുക? അല്ല, എനിക്ക് അതിനകത്തൊന്നും ചോദിക്കുകയാണ്. ദൈവം ഉള്ള വീടാണെങ്കിൽ അതിനെ സ്വർഗം എന്നാണ് പറയുക. ദൈവം ഇല്ലാത്ത വീടാകുമ്പോൾ അവിടെ ഉള്ളത് പിശാചാണ്. അവിടെ പൈശാചികമായ സംഗതികൾ. ഭർത്താവിനെ മനസ്സിലാക്കാത്ത ഭാര്യ, ഭാര്യയെ മനസ്സിലാക്കാൻ കഴിയാത്ത ഭർത്താവ്, ഈ ഉമ്മയും മാപ്പയെ മനസ്സിലാക്കാൻ കഴിയാത്ത പുതിയ തലമുറ മക്കൾ, ഇവരെല്ലാരും ഫേസ്ബുക്കും മൊബൈൽ ഫോണിന്റെയും ലാപ്ടോപ്പിന്റെയും അല്ലെങ്കിൽ ജീൻസിന്റെയും ലെഗിൻസിന്റെയും തന്തൂരി ചിക്കന്റെയും ഷവർമയുടെയും ഷവായുടെയും പുറകെ ആസക്തി പിടിച്ച് ഓടി നടക്കുമ്പോൾ എന്റെ വാപ്പയ്ക്ക് പണിയുണ്ടോ, എന്റെ വാപ്പയ്ക്ക് ജോലിയുണ്ടോ, എന്റെ വാപ്പയ്ക്ക് പണമുണ്ടോ, എന്റെ ഉമ്മയ്ക്ക് ആരോഗ്യമുണ്ടോ, എന്റെ ഉമ്മയ്ക്ക് ശക്തിയുണ്ടോ, ഇത് അന്വേഷിക്കാനും മനസ്സിലാക്കാനുമുള്ള മക്കളെ വീട്ടിൽ കിട്ടിയാൽ ആ മക്കൾ ദൈവത്തിന്റെ സന്തതികൾ, ആ വീടുകളിൽ ദൈവമുണ്ട് എന്ന് ഞാൻ പറയും. ആലോചിച്ചു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ ഇരിക്കുന്ന നിങ്ങളിൽ 80%-ലധികം പേരുടെ വീടുകളിലും പടച്ചോൻ കാലുകൊണ്ട് ചവിട്ടിയിട്ട് പോലും ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വന്നാലും ശരി, സ്നേഹം വന്നാലും ശരി, എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം ആ വീട്ടിൽ പടച്ചവനെ കയറാൻ നമ്മളിൽ കുറെ പേർ അനുവദിച്ചിട്ടില്ല. അവിടെ കയറിയിരിക്കുന്നത് പിശാചിന്റെ സന്തതികളാണ്. പിശാച്. ദൈവത്തിന്റെ സങ്കേതത്തിൽ ദൈവം വസിക്കുന്ന വീടുകളിൽ പരാതി ഉണ്ടാവില്ല, പരിഭവം ഉണ്ടാവില്ല, ദേഷ്യം ഉണ്ടാവില്ല, മുൻകോപം ഉണ്ടാവില്ല, എറിഞ്ഞു പൊട്ടിക്കലുണ്ടാവില്ല, കലഹം ഉണ്ടാവില്ല. അവിടെ സ്നേഹവും സഹനവും ക്ഷമയും ദൈവികമായ 22 ശക്തികൾ അവിടെ ഉണ്ടായിരിക്കും, 22 ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ആരാണ് ആ വീട് നരകമാക്കുന്നതെന്നൊന്ന് പരിശോധിച്ചു നോക്കാം. ഞാൻ ചോദിച്ചു, ഈ സംഘാടകർ ദൈവത്തിന്റെ പ്രതിനിധികളെ പോലെ ഇവർ ഓടി നടന്ന് ഈ പ്രോഗ്രാം നടത്തുമ്പോ അടുത്ത ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഭാവിയിൽ ലിറ്റററി ഐറ്റത്തിന് ഇവിടെ നിന്നൊരു ONV കുറുപ്പ് സാർ വേണം, ഇവിടെ നിന്നൊരു സുഗതകുമാരി ടീച്ചർ വേണം. ആലോചിച്ചു നോക്കും. ഈ പ്രോഗ്രാം ഇവിടെ നടത്തുമ്പോഴും ഇവിടെ ഇരുന്നുകൊണ്ട് ശ്രദ്ധിക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇവിടെ ഇരുത്തരുതെന്ന് ഞാൻ ലുക്മാനോട് പറഞ്ഞതാണ്. കാരണം അത് മറ്റുള്ള കുട്ടികൾക്ക് പ്രോബ്ലം ഉണ്ടാകുമെന്ന്. പക്ഷെ വന്നിട്ട് ഇത് കണ്ടിട്ട് വിവരം ഞാൻ മാറ്റാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെങ്കിലും, ചില കുട്ടികൾ 5 വയസ്സിൽ താഴെയുള്ളതും നല്ല റൂഹ് കയറിയതാണെങ്കിൽ, നല്ല ആത്മാവ് പ്രവേശിച്ചതാണെങ്കിൽ അടക്കവും ഒതുക്കവുമുള്ള കുട്ടിയായി കൃത്യമായി പഠിക്കും, മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നാൽ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നിങ്ങൾ പോയി ഇന്ന് കേരളത്തിൽ പരിശോധിച്ചോ, 90% കുട്ടികൾക്കും ഡോക്ടർമാർ പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയാമോ? ഹൈപ്പർ ആക്ടിവിറ്റി. അടങ്ങിയിരിക്കുന്നില്ല സാർ, അടങ്ങിയിരിക്കുന്നില്ല സാർ, അടങ്ങിയിരിക്കുന്നില്ല സാർ. ഈ വാക്ക് കേട്ടിട്ടുള്ളവരുടെ കൈപൊക്കിയേ. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? അതിനെ സൃഷ്ടിച്ചവരുടെ ഉള്ളിൽ അടക്കവും ഒതുക്കവും കുറവായിരുന്നു. അതാണ് സത്യം. അതറിയണം. അതറിയണമെങ്കിൽ സൂറത്ത് മറിയം പഠിക്കണം. അന്നേ കാലത്ത് ജീവിച്ചിരുന്ന യേശുദേവനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നന്നായിട്ട് എഴുതിയിട്ടുള്ളത് ഖുർആനിലാണ്. സൂറത്ത് മറിയം എന്ന് പറഞ്ഞാൽ, മറിയം എന്ന അമ്മയെ കേട്ടിട്ടുണ്ടോ സഹോദരി? നമ്മളൊന്ന് ബൈബിളിലേക്ക് പോവാണ്, കേട്ടിട്ടുണ്ടോ? സൂറത്ത് മറിയം എന്ന് വെച്ചാൽ സൂറത്ത് അധ്യായം, മറിയം, മറിയം എന്ന അമ്മ. അന്നേ കാലത്ത് ജീവിച്ചിരുന്ന അമ്മമാരിൽ, സ്ത്രീകളിൽ, പെൺകുട്ടികളിൽ ഏറ്റവും വിശുദ്ധ, നന്മ നിറഞ്ഞ മറിയമേ നിനക്കു സ്വസ്തി. ആ പാട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ആ മറിയത്തിനെയാണ് ദൈവം സെലക്ട് ചെയ്തത് യേശുദേവനെ സൃഷ്ടിക്കാൻ വേണ്ടി.
ഇതിൽ നിന്ന് ബയോളജി സയന്റിഫിക് ചിന്താഗതിയിലുള്ള ഒരു അധ്യാപകനായ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും നല്ല ഗർഭപാത്രത്തിൽ മാത്രമേ ഏറ്റവും നല്ല ആത്മാക്കൾക്ക് ദൈവം ജന്മം നൽകൂ എന്നാണ്. ഇത് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു വിശുദ്ധ ഖുർആൻ 7-ാം സൂറത്ത്. പടച്ചവന്റെ ഹിതമനുസരിച്ച് മാത്രമേ നല്ല പുരയിടങ്ങളിൽ ഗുണനിലവാരമുള്ള വൃക്ഷങ്ങൾ വളരുള്ളൂ എന്ന്. അല്ലാത്ത പുരയിടങ്ങളിൽ ഗുണം കെട്ട വൃക്ഷങ്ങളും എന്ന്. എന്റെ 2 ചോദ്യം: എന്താണ് ഈ പുരയിടം? ആരാണ് ഈ വൃക്ഷം? അതിനു മുമ്പ് ഞാൻ നേരത്തെ ഒരെണ്ണം ചോദിച്ചു. എന്തായിരുന്നു? നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, 2 എണ്ണം. പോട്ടെ, അവിടെ അങ്ങനെ പെൻഡിങ് ഇരിക്കട്ടെ. ദൈവത്തിന് നമ്മൾ ശ്വാസം മുട്ടിക്കേണ്ട. നമുക്ക് ഇതിലേക്ക് വരാം. എന്റെ ചോദ്യം, ഖുർആൻ 7-ാം സൂറത്തിൽ കിടക്കുന്നു ഏറ്റവും നല്ല പുരയിടത്തിൽ മാത്രം. അപ്പൊ ഞാൻ ചെല്ലോട് ചോദിച്ചു, എന്താ സഹോദര പുരയിടം? അത് പുരയിടം. വേറെ കുറെ പേരോട് ചോദിച്ചു, അത് കുടുംബം സാറേ. ഞാൻ അതിൽ നിന്നൊന്ന് മാറ്റി ചിന്തിക്കുന്നു. ഞാൻ കാണാപ്പാടം പഠിക്കുന്ന ആളല്ല. ഞാൻ കണ്ടെത്തിയ പുരയിടമുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? എന്റെ ഭാര്യയുടെ ഗർഭപാത്രം. അപ്പൊ യഥാർത്ഥ പുരയിടം എന്താണെന്ന് അറിയണം. ഞാൻ പഠിക്കണം. ആ പുരയിടം എന്ന് ഖുർആൻ പറഞ്ഞത് എന്റെ ഭാര്യയുടെ ഗർഭപാത്രം. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഗർഭപാത്രം. എന്റെ ഭാര്യയുടെ മനസ്സ്, എന്റെ ഭാര്യയുടെ ചിന്തകൾ, എന്റെ ഭാര്യയുടെ ഓവറി, ഓവ്യൂൾസ്, അണ്ടം. ഞാൻ എന്ന് പറയുന്ന പുരുഷനായ ആൺകുട്ടിയുടെ മനസ്സ്, ഭർത്താവിന്റെ പുരുഷന്റെ മനസ്സ്, പുരുഷന്റെ ചിന്തകൾ, പുരുഷന്റെ ടെസ്റ്റസ്, പുരുഷന്റെ സ്പേംസ്. ഇങ്ങനെ അകം എന്ന് പറയുന്ന സംഗതി ആ പുരയിടം ഏറ്റവും നല്ല പുരയിടം ആണെങ്കിൽ മാത്രമേ ഏറ്റവും നല്ല വിത്തുകൾ അതിൽ പാകാൻ കഴിയൂ. റൈറ്റ്? വിശുദ്ധ ബൈബിൾ ലൂക്കാ സുവിശേഷം 4-6 അധ്യായം. നല്ല മരത്തിൽ മോശപ്പെട്ട പഴങ്ങളോ മോശം മരത്തിൽ നല്ല പഴങ്ങളോ പിടിക്കില്ല. ആ കുട്ടികൾ അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തിരിക്കുന്ന കുട്ടിക്ക് പോലും മിണ്ടാതിരി എന്ന് പറയാൻ കഴിയുന്നില്ല. നീ മിണ്ടാതിരി എന്ന് പറഞ്ഞാലും ആ കുട്ടി മിണ്ടാതിരിക്കില്ല. ആ കുട്ടികൾ, കാരണം ആ കുട്ടികളല്ല ഞാൻ കുറ്റം പറയുന്നത്. അതറിയണമെങ്കിൽ ജീൻ ആക്ഷൻ പഠിക്കണം. അതിപ്പോ നമ്മളൊന്ന് കാണും. ജനറ്റിക്കൽ ആക്ഷൻ, സെക്സ് അല്ല ക്രിയേഷൻ. അതാദ്യം പഠിക്കണം. ഞാൻ ചില കാണാറുണ്ട്, അവരോട് ചോദിക്കാറുണ്ട്, കല്യാണം കഴിഞ്ഞത് എത്ര വർഷമായി? 3 വർഷം. എത്ര മക്കളുണ്ട്? 4 മക്കളുണ്ട്. ഇതെന്താ ഫാക്ടറിയാണ്? ഈ അമ്മയ്ക്കൊരു റെസ്റ്റ് വേണ്ടേ? അതിനകം സംഭവം ഓക്കെ ആവണ്ടേ? വീണ്ടും അടുത്ത് ജന്മം കൊടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാവണ്ടേ? സംഗതികൾ ആരോടുള്ള മത്സരത്തിന് വേണ്ടി വെറും ഒരു ഫാക്ടറികൾ പോലെ കുറെ എണ്ണത്തിനെ നമ്മുടെ നാട്ടിൽ കുറെ പേർ പ്രൊഡ്യൂസ് ചെയ്തങ്ങ് ഇറക്കുകയാണ്. ആ കുട്ടികളിൽ എങ്ങനെയാണ് ഗുണനിലവാരം ഉണ്ടാകുക? ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണ്? ഞാൻ ഒന്നുകൂടെ ശരിയാക്കി തരാം. ഞാൻ വെറും രജിത് കുമാറാണ്. SLC ബുക്ക് പ്രകാരം ഹിന്ദു.
ഞാൻ അഹങ്കാരിയായിരുന്നു. 2004 വരെ ഞാൻ നല്ല അഹങ്കാരിയായിരുന്നു. MSc കേരള യൂണിവേഴ്സിറ്റി റാങ്ക്, എന്റെ പേരിനോടൊപ്പം 5-6 ഡിഗ്രി, +1 +2 ബയോളജി പഠിക്കുന്ന കുട്ടികളൊന്ന് കൈവക്കിയേ. ബയോളജിക്കാരന് കൈവക്കിയേ. നിങ്ങൾ ബയോളജി പഠിക്കാൻ വേണ്ടി ന്യൂ ജ്യോതി പബ്ലിക്കേഷൻസിന്റെ ബോട്ടണി, സുവോളജി, ബയോളജി ലാബ് മാനുവൽ പുസ്തകം കാണുകയോ കേൾക്കുകയോ വായിക്കുകയോ കൈവക്കിയേ. ന്യൂ ജ്യോതി ബയോളജി കേട്ടിട്ടുണ്ടെങ്കിൽ കൈവക്കിയേ. കണ്ടിട്ടുണ്ടെങ്കിലും കൈവക്കിയേ. ഓക്കെ, കൂട്ടുകാരുടെ കയ്യിലുണ്ട് അല്ലേ? ഇനി ക്ലാസ്സിൽ ചെല്ലുമ്പോ ആ ബുക്ക് ഒന്ന് വാങ്ങിച്ചു നോക്കണം. ആ ബുക്ക് വാങ്ങിച്ചിട്ട് അതിന്റെ കവർ പേജ് തുറന്നു നോക്കുമ്പം അകത്ത് എന്റെ പേരടിച്ചിരിക്കും, കുറെ ഡിഗ്രികൾ നിരത്തി വെച്ചേക്കും. ഞാൻ എഴുതുന്ന പുസ്തകമാണ് +1 +2 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പഠിക്കുന്നത്. ഓക്കെ, എന്റെ 280-ലധികം പിള്ളേർ MBBS പഠിക്കുന്നുണ്ട്. ഡോക്ടർ ആകുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് എന്റെ പിള്ളേരെ സംബന്ധിച്ച്. അവനവന്റെ കണ്ണും ചെവിയും അല്ല വലുത്, ഞാനാണ് വലുത് എന്ന നിയന്ത്രണം മാത്രമുണ്ടായാൽ മാത്രം മതി. അതുകൊണ്ടാണ് ഖുർആനിൽ പഠിപ്പിച്ചത്, മനുഷ്യ നീ കഠിനമായ ത്യാഗ പരിശ്രമങ്ങളിലൂടെ, ത്യാഗം ഏറ്റവും വലിയൊരു ഗുഡ് ക്വാളിറ്റിയാണ്. ത്യാഗ പരിശ്രമങ്ങളിലൂടെയും നിന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടുമാണ് നീ ഓരോ വ്രതങ്ങളെടുത്തും നീ ദൈവത്തിലേക്കും പടച്ചവനിലേക്കും ദൈവത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. ആലോചിക്കും, നന്നായിട്ട് ആലോചിക്കും. അപ്പൊ ഞാൻ സമയമില്ല, ഞാൻ വീണ്ടും മറ്റേ പോയിന്റിലേക്ക് കയറുന്നു. ഒന്ന് ആലോചിച്ച് ചോദിക്കോ, ബയോളജി പഠിക്കുന്ന കുട്ടി, നിനക്ക് കൃത്യമായിട്ട് അറിയാം ആ പുസ്തകം. ഞാൻ അഹങ്കാരിയായിരുന്നതിന് കാരണം ഇത്രയേ ഉള്ളൂ. എന്റെ വീട്ടിൽ ഭഗവത്ഗീതയും രാമായണം ഉണ്ടായിരുന്നു, ഞാൻ വായിച്ചിട്ടില്ല. ബൈബിളും ഖുർആനും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടില്ല. 2004 വരെ. 2001 ഞാൻ കോളേജിൽ അധ്യാപകനായിരിക്കുമ്പോൾ കല്യാണം കഴിച്ചു. 2004 എനിക്ക് 2 കുഞ്ഞുങ്ങളായി, 2 പേര് മരിച്ചു. ഡെലിവറി, ഭാര്യയും മരിച്ചു. അഹങ്കാരിയുടെ ഭവനം കർത്താവ് തകർക്കും എന്ന ബൈബിൾ വചനം ഇപ്പൊ ഞാൻ ഓർക്കുന്നു. അങ്ങനെ വെറും 4-5 വർഷക്കാലം മാത്രം ഫാമിലി ലൈഫിന് അവസരം കിട്ടിയുള്ളൂ. അങ്ങനെ 2004 എന്റെ കുടുംബം തകർന്ന് തരിപ്പണമാക്കിയപ്പോൾ എന്റെ ഉള്ളിൽ ആത്മാർത്ഥത കൂടുതലുള്ളതുകൊണ്ട് പടച്ചവൻ സെലക്ട് ചെയ്യുന്നു. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ കുറച്ചുപേരെ പടച്ചവൻ അദ്ദേഹത്തിന്റെ സേവകന്മാരായി അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സെലക്ട് ചെയ്യപ്പെടും എന്ന്. അങ്ങനെ സെലക്ട് ചെയ്തതിൽ ഞാൻ ഹാപ്പി. പക്ഷെ അന്ന് എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, എന്റെ ഭാര്യയും മക്കളും മരിച്ചുപോയതിൽ. പക്ഷെ ഇന്ന് ഞാൻ ഹാപ്പി. എന്റെ മക്കൾ മരിച്ചതിൽ ഞാൻ ഭയങ്കര ഹാപ്പി. കാരണം ആ മക്കൾ വളർന്നു വന്നിരുന്നുവെങ്കിൽ നാട്ടുകാരുടെ പലരുടെയും കൈ എന്റെ മക്കളുടെ കടലിൽ ഇരുന്നേനെ. കാരണം എനിക്ക് അഹങ്കാരം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സൃഷ്ടിക്കപ്പെട്ട മക്കളാണെങ്കിൽ ആ മക്കളുടെ ക്വാളിറ്റി എന്തായിരിക്കും? അഹങ്കാരത്തിന്റെ ക്വാളിറ്റി, അഹങ്കാരത്തിന്റെ ജീനുകൾ ഉണർന്നതാണ്. അപ്പൊ അങ്ങനെ അഹങ്കാരികളായ 2 മക്കളെ സൃഷ്ടിക്കാൻ ഭാഗ്യം കിട്ടാത്തതിൽ ഞാൻ ഭാഗ്യവാനായി എന്ന് ഇന്ന് എനിക്ക് തിരിച്ചറിവ് വന്നു. ആലോചിക്കണം. അങ്ങനെ ഞാൻ 2004 തൊട്ടാണ് ആദ്യമായി ജീവിതം തകർന്നപ്പോൾ ഭഗവത്ഗീത കയ്യിലെടുത്തു, ബൈബിൾ എടുത്തു, ഖുർആൻ എടുത്തു, ഉപനിഷത്തുക്കൾ എടുത്തു. വായിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ സംഗതികൾ എനിക്ക് പണ്ടേ കിട്ടിയിരുന്നുവെങ്കിൽ എന്റെ കുടുംബം ഞാൻ സ്വർഗമാക്കാൻ ശ്രമിച്ചേനെ. എന്റെ ചോദ്യം, ഈ മക്കൾ എന്തുകൊണ്ട് ഈ പരുവത്തിലായി? അമ്പലത്തിൽ പോകും എന്ന് പറഞ്ഞ സഹോദരങ്ങളോടുള്ള എന്റെ ചോദ്യം, നീ അമ്പലത്തിൽ പൊക്കോളൂ. 24 മണിക്കൂർ സമയം ഒരു ദിവസമുണ്ട്. ഒരു 10 മിനിറ്റ് നേരം അമേരിക്കയിലെ 186 യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം എല്ലാ ദിവസവും രാവിലെ ഉറക്കമണിയിച്ചാൽ ഇംഗ്ലീഷ് വേർഷൻ ഗീത 2 പേജ് വായിച്ചിട്ടാണ് അദ്ദേഹം കർമ്മത്തിലേക്ക് പോകുന്നത്. ദൈവത്തിലേക്ക് എത്താൻ ഭഗവത്ഗീതയിൽ പല വഴികൾ പറഞ്ഞു. അവിടെ മതമില്ല. ഭഗവത്ഗീതയിൽ പറഞ്ഞ വഴികളിൽ ഒന്നാണ് ഭക്തിയോഗം. പക്ഷെ അവനോട് ഭക്തിയോട് ഭക്തി ഉണ്ടാകും.